Hello, good morning. Good morning. Good morning, ma'am. Yes, good morning. Okay. Ready ആണോ എല്ലാവരും? Yes, ma'am. Yes, ready ആണ്. നോട്ടൊക്കെ എടുത്ത് വെച്ച് റെഡി ആയിട്ടിരിക്കുകയാണോ എല്ലാവരും? നോട്ടൊക്കെ അതെ, എടുക്കാത്തവരുണ്ടെങ്കിൽ പോയി ഓപ്പൺ ആക്കി വെച്ച് എവിടം വരെ നമ്മൾ എടുത്തു, എവിടെ നിന്നാണെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് കൺഫ്യൂസ് നോക്കിയാണ് കേട്ടോ. എവിടെ നമ്മൾ എടുക്കണം ഓർമ്മയുണ്ട് എല്ലാവർക്കും? റിജി ഒന്ന് പറയാമോ എവിടെ നമ്മൾ തുടങ്ങേണ്ടത് പറയാമോ? റിജി ഇവിടെ പ്രൊഫൈലിൽ കാണുന്ന പേരാണ് കേട്ടോ വിളിച്ചത്. ഓപ്പൺ ആക്കി വെച്ചിട്ട് പോയോ? റിജിയില്ല. പ്രീതി പറയാമോ? പ്രീതി. Yes, ma'am. പറയാം. മാം, നീ അടുത്ത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡിസിപ്ലിൻ ആ പഠിച്ചുകൊണ്ടിരുന്നേ? മൂന്നാമത്തെ പോയിന്റ് ആയിരുന്നു. മൂന്നാമത്തെ പോയിന്റ് കഴിഞ്ഞു. അതെ മാം. മൂന്നാമത്തെ പോയിന്റ് വരെ പഠിപ്പിച്ചു ടീച്ചർ. പഠിപ്പിച്ചു. യെസ്, വെരി ഗുഡ്. കറക്റ്റ് ആണ്. തേർഡ് പോയിന്റ് വരെ പഠിച്ചു. ഞാൻ എന്തിനാ ചോദിക്കണേന്ന് അറിയോ? നമ്മള് ചിലപ്പോ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ ഇടയിൽ എന്താ പറയാ കുറച്ച് ക്ലാസ് ഒക്കെ എങ്ങനെ കഴിഞ്ഞിട്ടാണല്ലോ പിന്നെ അടുത്ത ക്ലാസ്സിൽ കയറണേ. അപ്പൊ എല്ലാ ദിവസവും നമുക്ക് ക്ലാസ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഇന്നലെ പഠിച്ച് നിർത്തി കൊടുത്ത് നമുക്ക് പെട്ടെന്ന് അത് അവിടേക്ക് അപ്ഡേറ്റ് ചെയ്തെത്താൻ പറ്റും. പക്ഷെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം നിങ്ങൾ വേറെ ടീച്ചറുടെ ക്ലാസ് ആയിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ കഴിഞ്ഞ് 1, 2, 3 ദിവസം ഒക്കെ കഴിഞ്ഞ് വരിക. അപ്പൊ നിങ്ങൾ നമ്മൾ എന്താ പറയാ ഒരേപോലെയാണോ അപ്ഡേറ്റ് ചെയ്ത് പോകുന്നത് എന്നറിയാൻ കൂടി വേണ്ടിയിട്ടാണ്. നമ്മൾ വേറെ ക്ലാസ്സുകളിലും ഒക്കെ HRM-ന്റെ കോഴ്സുകൾ വേറെ ക്ലാസ്സിലുണ്ടല്ലോ. അപ്പൊ എല്ലാം തമ്മിലൊന്നും കൂട്ടി കുറയാതിരിക്കാനായിട്ട് നിങ്ങളുടെ കൂടി ഞാൻ അവിടെ നോട്ട് ചെയ്ത് വെക്കും. നമ്മളൊരു നോട്ടില് നിങ്ങൾക്ക് ഏതൊക്കെ ക്ലാസ്സിൽ എവിടെ വരേക്ക് എടുക്കുന്നു എന്ന് നമ്മൾ നോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതില് ബുദ്ധിമുട്ടൊന്നും വരാതിരിക്കാൻ ഏതെങ്കിലും ഭാഗം വിട്ടുപോയി അത് കഴിഞ്ഞ് സ്കിപ്പ് ചെയ്ത് ചിലപ്പോൾ വേറെ ക്ലാസ്സിൽ ഞാൻ എടുത്ത ഭാഗത്തു നിന്നായിരിക്കും തുടങ്ങുക. അങ്ങനെ വന്നു കഴിയുമ്പോ ആ ഒരു ക്ലാസ്സില് ചിലപ്പോൾ എടുക്കേണ്ട മുഴുവനും മിസ്സായി പോയി. പിന്നെ നമ്മൾ വീണ്ടും അവിടേക്ക് തിരിച്ചു കയറേണ്ടി വരും. അപ്പൊ അതൊക്കെ ഒരു എന്താ പറയാ കുഴഞ്ഞും മറിഞ്ഞുമായിട്ടാകും. അതിന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് കൂടി ചോദിക്കുന്നത്. നിങ്ങൾ നമ്മൾ ഒരുപോലെ ഒരേ സ്ഥലത്ത് നിൽക്കണം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയില്ല. യെസ്, കഴിഞ്ഞ ക്ലാസ്സിൽ we have studied about some points about the objectives of discipline. Discipline എന്തിനു വേണ്ടിയിട്ടാണ്? Let me use. Okay. സൗണ്ട് വരുന്നുണ്ട്. യെസ്. അപ്പോ ഒരു ഓർഗനൈസേഷനില് എന്താണ് ഡിസിപ്ലിൻ കൊണ്ടുള്ള ലക്ഷ്യങ്ങൾ, അതിന്റെ പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് മെയിൻറ്റെയിനിങ് ഡിസിപ്ലിൻ ഇൻ ആൻ ഓർഗനൈസേഷൻ ഈസ് ടു അച്ചീവ് ഇറ്റ്സ് ഗോൾസ്. ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ അത് എന്തൊക്കെയാണോ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. നമുക്കറിയാം നമ്മൾ എന്ത് കാര്യം നമുക്ക് ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യങ്ങളുണ്ട് അല്ലെ. നമ്മളുടെ ഫാമിലിക്ക് ഒരു ലക്ഷ്യമുണ്ട്, ഇൻഡിവിജ്വലി നമുക്ക് ഓരോ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി whatever we have to do it by our hard work, facing difficulties, facing competitions അല്ലെ. പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നു, പല രീതിയിലുള്ള മത്സരങ്ങളെ നേരിടേണ്ടി വരുന്നു. അങ്ങനെ ഇതിനെല്ലാം നമ്മൾ അതിജീവിച്ച് നമ്മൾ നെവർ ഗിവ് അപ്പ് എന്ന് പറയുന്ന ഒരു ആശയം കൂടി മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, തളർത്താനുള്ള പല കാര്യങ്ങളും നമ്മളിലേക്ക് വന്നാലും ആ തളർച്ചയിൽ നിന്നൊക്കെ നമ്മൾ ഒരു ഉയർത്തെഴുന്നേൽപ്പിലൂടെ നമ്മുടെ ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കും. ലൈക്ക്വൈസ് അതുപോലെ തന്നെ ഈച്ച് ആൻഡ് എവറി ഓർഗനൈസേഷൻ ഹാവ് ഇറ്റ്സ് ഓൺ ഗോൾസ്. അതിൻ്റെതായ ലക്ഷ്യങ്ങളുണ്ട്. ആൻഡ് ഇൻ ഓർഡർ ടു അച്ചീവ് ദീസ് ഗോൾസ്, ഇത്തരം ലക്ഷ്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ ഓർഗനൈസേഷൻ എന്ത് ചെയ്യണം, അതിൻ്റെതായ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതനുസരിച്ച് അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള പ്രയത്നം ആരൊക്കെ, എംപ്ലോയീസ്, മാനേജ്മെന്റ് ഒരുപോലെ പ്രവർത്തിക്കണം. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്താണ് ഇതെല്ലാം ചെയ്യുന്നത്. തോന്നിയ പോലെ എന്തൊക്കെയോ ചെയ്യുന്നു അല്ലെ. എംപ്ലോയീസ് അവരുടെ വഴിക്ക്, എംപ്ലോയർമാർ അവരുടെ വഴിക്ക്, മാനേജ്മെന്റ് ഒരു വഴിക്ക്, ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇഫ് ദെയർ ഈസ് നോ കോർഡിനേഷൻ, ഇതൊക്കെ ഏകീകരിപ്പിച്ച് സമഗ്രമായ രീതിയിൽ കൊണ്ടുപോയില്ല എങ്കിൽ അതിൻ്റെതായ ബാഡ് ഇഫക്റ്റുകൾ
ബാഡ് ഇമേജ്, നെഗറ്റീവ് ഇമേജ് ഒക്കെ പുറത്തേക്ക് പോകും ഓർഗനൈസേഷന്റെ, അല്ലെ? ആൾക്കാർ പുറത്തുനിന്ന് പറയും എന്താണത്, അവിടെ ഒരു എന്താ പറയുക കോർഡിനേഷൻ ഇല്ല, ഒരു ഐക്യം ഇല്ല, മാനേജ്മെന്റ് ഒരു വശത്ത്, മാനേജ്മെന്റ് എംപ്ലോയീസ് തമ്മിൽ ചേരില്ല, ഇങ്ങനെയൊക്കെ ആളുകൾ പറഞ്ഞിട്ടുണ്ടാക്കും. പുറത്ത് നമുക്കൊരു വിഷയം കൊടുക്കാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണം? ഓർഗനൈസേഷന്റെ അകത്തുള്ളവര് എല്ലാവരും എന്താ പറയാ, അവർ കൃത്യമായ രീതിയിൽ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്ത് എന്ത് ചെയ്യുക, അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒബ്ജക്റ്റീവ്സ് ലക്ഷ്യം നേടിയെടുക്കുക. രണ്ടാമത് നമ്മൾ പറഞ്ഞു ടു മേക്ക് ദ എംപ്ലോയീസ് റെസ്പോൺസിബിൾ. എന്താണ് ഇനിയും ഡിസിപ്ലിന്റെ മറ്റൊരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഓരോ എംപ്ലോയീസിനെയും അവരവരുടെ ഉത്തരവാദിത്തത്തെ കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കുക. എന്ന് വെച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും, ഇപ്പൊ ഞാനിപ്പോ ഇവിടെ പഠിപ്പിക്കാൻ വരുന്നു, അപ്പൊ എന്താ പറയാ, എനിക്കൊരു ഉത്തരവാദിത്തം ഉണ്ട്. അപ്പൊ ആ ഉത്തരവാദിത്തങ്ങൾ ഞാൻ കൃത്യമായിട്ട് എന്ത് ചെയ്യണം. അത് ചെയ്യുമ്പോൾ അവിടുത്തെ ഒരു സിസ്റ്റമാറ്റിക് വേയിലാണ്. എന്ന് വെച്ചാൽ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ടു ബി ഫോളോഡ്. ഇവിടെ വരുന്നു, ഞാൻ ജോലി ചെയ്യുന്നു, വെറുതെ എന്റെ ഇഷ്ടത്തിന് ജോലി ചെയ്യല്ല, ആൻഡ് എന്റെ ഇഷ്ടത്തിന് എന്റെ എഫിഷ്യൻസി അനുസരിച്ച് എനിക്ക് ജോലി ചെയ്യാം. പക്ഷേ keeping in mind the discipline policy, rules and regulations of the organization. തീർച്ചയായിട്ടും നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മളുടെ പെർഫോമൻസ്, എഫിഷ്യൻസിയെ കുറിച്ച് നമുക്ക് ചെയ്യാം. പക്ഷെ ഇതെല്ലാം ചെയ്യുമ്പോഴും ഓൾവേസ് വി ഹാവ് ടു തിങ്ക് അബൌട്ട് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ആ ഓർഗനൈസേഷന്റെ റൂൾസിനും റെഗുലേഷൻസിനും ഉതകുന്ന രീതിയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്, അവിടുത്തെ ഡിസിപ്ലിൻ പോളിസിയൊക്കെ ഞാൻ ഫോളോ ചെയ്താണ് ജോലി ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഉത്തരവാദിത്ത ബോധം എംപ്ലോയീസിനെ കൊടുക്കാൻ വേണ്ടിയിട്ടും എന്ത് ചെയ്യുന്നത്, ഡിസിപ്ലിൻ പോളിസി ലക്ഷ്യം അല്ലെങ്കിൽ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുന്നതിന്റെ ലക്ഷ്യം മറ്റൊന്ന് അതുകൂടിയാണ്. നെക്സ്റ്റ് വൺ നമ്മൾ പറഞ്ഞു ബ്രിങ് ഡിസൈർഡ് ബിഹേവിയറൽ ചേഞ്ചസ് ഇൻ എംപ്ലോയീസ് ഓർ ബ്രിങ്ങിങ് ഡിസൈർഡ് ചേഞ്ചസ് ഇൻ ബിഹേവിയർ ഓഫ് ദ എംപ്ലോയീസ്. എംപ്ലോയീസിന്റെ ബിഹേവിയറൽ പാറ്റേൺ എന്ന് വെച്ചാൽ പെരുമാറ്റ രീതികളിൽ നമ്മൾ സമൂഹത്തിൽ എങ്ങനെ പെരുമാറുന്നു, വീട്ടിലെങ്ങനെ പെരുമാറുന്നു, ആ കണക്ക് വന്നിട്ട് നമുക്ക് ഓർഗനൈസേഷനിൽ നമ്മൾ പെരുമാറാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഒരു ആളുകള് നമുക്കറിയാം നമ്മളുടെ ബിഹേവിയർ, നമ്മളുടെ സ്വഭാവ രീതികള്, നമുക്ക് ജന്മനാ കിട്ടിയ കുറച്ച് സ്വഭാവ രീതി ഉണ്ട്, അല്ലെ? നമ്മുടെ ഫാമിലി, നമുക്ക് ട്രഡീഷണൽ ആയിട്ട് നമ്മൾക്ക് ആൻസിസ്റ്റേഴ്സിൽ നിന്ന്, പൂർവികരിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ചില സ്വഭാവ രീതി ഉണ്ട്. നമ്മളെ പറയുമല്ലേ, അച്ഛന്റെ പോലെയാ, അമ്മയുടെ പോലെയാ, മുത്തശ്ശിയുടെ പോലെയാ, അമ്മൂമ്മയുടെ പോലെയാ എന്നൊക്കെ പറയും, അല്ലെ? അവരുടെ സ്വഭാവം അങ്ങനെയാണ്, ആ സ്വഭാവം ഈ കൊച്ചിന് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലപ്പോഴും പലരിൽ നിന്നും കേട്ടിട്ടുണ്ട്. ഓക്കെ, റെക്കോർഡിംഗ് അല്ലേ ഇതിന്റെ? ഓക്കെ. ചിലപ്പോൾ റെക്കോർഡ് പോയി കഴിഞ്ഞാൽ നമ്മളെ വീണ്ടും ക്ലാസ് അടുത്ത ദിവസം നിങ്ങൾ ഇത് കേൾക്കേണ്ടി വരും, ഞാൻ വീണ്ടും എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ബിഹേവിയറൽ പാറ്റേണിൽ വി ക്യാൻ ബ്രിങ് ചേഞ്ചസ്. ഈ ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് ഓർഗനൈസേഷന്റെ ഡിസിപ്ലിൻ പോളിസി, ഇഫ് ദ എംപ്ലോയീസ് ആർ ഡിസിപ്ലിൻഡ് there will be obviously changes in the behavior of the employees. എംപ്ലോയീസിന്റെ ബിഹേവിയറിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. നമ്മൾ വീട്ടിൽ പെരുമാറുന്ന രീതിക്ക് നമുക്ക് ഓർഗനൈസേഷനിൽ വന്നിട്ട് പെരുമാറാൻ പറ്റില്ല. കാരണം എന്താ, ഇൻ ഓർഗനൈസേഷൻ നമുക്കറിയാം വി ക്യാൻ സീ ഡൈനമിക് നേച്ചർ ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസിന്റെ വ്യത്യസ്തങ്ങളായ സ്വഭാവ രീതികളുള്ള എംപ്ലോയീസിനെ നമുക്ക് കാണാൻ സാധിക്കും. എന്റെ സ്വഭാവമായിരിക്കില്ല എന്റെ കൂടെ ജോലി ചെയ്യുന്ന മറ്റൊരു ടീച്ചർക്ക്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഡിഫറെന്റ് നേച്ചറാണ്. അവരോടൊക്കെ നമ്മൾ ഒത്തുചേർന്ന് പോകണമെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് ഓർഡറിൽ വി ഹാവ് ടു ഫോളോ ദ ഡിസിപ്ലിൻ പോളിസി ഓഫ് ദ ഓർഗനൈസേഷൻ ആൻഡ് ഓൾസോ വി ഹാവ് ടു ഫോളോ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദ ഓർഗനൈസേഷൻ വിച്ച് ബ്രിങ്സ് ചേഞ്ചസ് ഇൻ അവർ ബിഹേവിയറൽ പാറ്റേൺ. അങ്ങനെ അതൊക്കെ ഫോളോ ചെയ്തു വരുമ്പോൾ ഒബ്വിയസ്ലി ഒരാഴ്ച ചെയ്യുന്നു, ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഡിസിപ്ലിൻ പോളിസി ഒക്കെ ഫോളോ ചെയ്യുന്നു, നെക്സ്റ്റ് വീക്കിലും. അപ്പൊ അതിങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ പോലെ നമ്മൾ ചെയ്തു കൊണ്ടുവരുമ്പോൾ അത് നമുക്ക് എന്താ ഒരു ഹാബിറ്റ് ആയി മാറും, നമ്മുടെ ഒരു ബിഹേവിയർ ആയി മാറും. അല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ആണോ? അപ്പൊ ബിഹേവിയറൽ പാറ്റേണിൽ ചേഞ്ചസ് കൊണ്ടുവരാൻ ഡിസിപ്ലിൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് മറ്റൊരു ലക്ഷ്യമാണ്. ക്ലിയർ ആകുന്നില്ലേ പറഞ്ഞത്? അവിടെ വരെ നമ്മൾ എടുത്തതാ. അടുത്ത പോയിന്റ്, ശരിക്കുള്ള പോയിന്റ് നമ്മൾ എടുക്കാൻ പോകുകയാണ്. നെക്സ്റ്റ് വൺ, കൺട്രോളിങ് എംപ്ലോയീസ്, ടു ബ്രിങ് സം കൺട്രോൾ ഓവർ ദ എംപ്ലോയീസ്. ഇപ്പൊ എന്താ പറയാ, നമുക്ക് ഇവിടെ ഓർഗനൈസേഷനിൽ വന്നിട്ട് എവിടെയാണോ ഏത് ജോലി ചെയ്യുന്ന സ്ഥലത്തായാലും നമുക്ക് വന്നിട്ട് ജോലി ചെയ്താൽ മതി. പക്ഷെ ജോലി കഴിഞ്ഞിട്ടുള്ള സമയം നമുക്ക് ഏതൊക്കെ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം, അല്ലെ? കുറച്ചു നേരം ഇരുന്ന് ഉറങ്ങിയിരുന്ന് പാട്ട് പാടണമെന്ന് പറഞ്ഞാൽ പാട്ട് പാടാം, അല്ലെങ്കിൽ എനിക്ക് കുറച്ചു നേരം വേറെ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞാൽ അടുത്തുള്ള എന്റെ ഏറ്റവും ഡൈഹാർട്ട് ആയിട്ടുള്ള എന്തെങ്കിലും ഫ്രണ്ട്സിനോടൊക്കെ ഭയങ്കര കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിരിക്കാം. പണിയൊക്കെ കഴിഞ്ഞു, ജോലിയൊക്കെ ചെയ്യും, വേഗം ചെയ്ത് കഴിഞ്ഞു, എന്നിട്ട് അത് ചെയ്യാം. അങ്ങനെയല്ല, അല്ലെ? അവിടെ നമുക്ക് അത്തരം എന്താ പറയാ ജോലിയുടെ ആ ഒരു ടൈമില് നമുക്ക് തന്നിരിക്കുന്ന അലോട്ട് ചെയ്തിരിക്കുന്ന നമ്മുടെ ആ ടൈം, നമ്മുടെ ഷിഫ്റ്റിന്റെ സമയം എത്രയാണോ ആ സമയത്തില് വി ഹാവ് ടു ഡു വട്ട് എവർ. അതായത് നമ്മളുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമുക്ക്
വർക്ക് ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെ? അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനെങ്കിൽ അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് നടത്തുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അല്ലാതെ ജോലി ചെയ്ത് കഴിഞ്ഞു, ഒരു ദിവസത്തില് 9:30 മുതൽ 5 മണി വരെ ജോലി ചെയ്യുമ്പോൾ ആ ഒരു ടൈമിൽ ചെയ്തു തീർക്കേണ്ടത് ചിലപ്പോൾ 1-2 മണിക്കൂർ കൊണ്ട് വേഗം ചെയ്ത് തീർത്തിട്ട് ബാക്കിയുള്ള സമയം എനിക്ക് എന്റെ കാര്യത്തിന് വേണ്ടി പോകാം, എന്റെ ജോലിയും കഴിഞ്ഞു ഇന്നത്തെ ഞാൻ നമുക്ക് കോട്ടയം വീട്ടില് പോകുകയാണ്. അപ്പൊ അങ്ങനെയല്ലല്ലോ ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. നമ്മൾ 9:30 ഇരുന്ന് 5 മണി വരെ നമുക്ക് ഇവിടെ ഇരിക്കണം എന്നാണെങ്കിൽ അത് അങ്ങനെ ചെയ്യണം. ആ സമയത്ത് നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളുടേതായ രീതിയിലുള്ള പേഴ്സണൽ കാര്യങ്ങളെക്കാൾ ഉപരി മോസ്റ്റ് ഓഫ് ദ ടൈം യു ഹാവ് ടു സ്പെൻഡ് ഫോർ ദ ഓർഗനൈസേഷൻ വേണ്ടിയിട്ടാണ് ചെയ്യേണ്ടത്. കാരണം ഓർഗനൈസേഷന്റെ ഔട്ട്പുട്ട് അല്ലെ, പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാനായിട്ട് ആ എംപ്ലോയീസിന്റെ ഓരോ ഇൻപുട്ടുകളാണ് അവിടെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ വാട്ട് എവർ വി ഹാവ് ടു ഗിവ്, എന്തൊക്കെയാണ് നമുക്ക് ആ ഓർഗനൈസേഷന് വേണ്ടി കൊടുക്കാൻ പറ്റുന്നത് അതൊക്കെ കൊടുക്കുക. ദാറ്റ് ബ്രിങ്സ് എ ബെറ്റർ റിസൾട്ട് ഓർ ബെറ്റർ ഔട്ട്പുട്ട്. അങ്ങനെയാണ് ഒരു ബെറ്റർ ഔട്ട്പുട്ട് ഓർഗനൈസേഷന് കൊണ്ടുവരാൻ സാധിക്കുക. അപ്പൊ എന്ത് ചെയ്യാണ് ഓർഗനൈസേഷന്റെ അതോറിറ്റീസ് അല്ലെങ്കിൽ എംപ്ലോയർ, ദേ ക്രിയേറ്റ് സം ഡിസിപ്ലിൻ പോളിസി വിച്ച് ഈസ് ടു ബി ഫോളോഡ് ബൈ ദ എംപ്ലോയീസ് ഫോളോ ചെയ്യേണ്ട ചില എന്താ പറയാ ഡിസിപ്ലിൻ പോളിസി ഒക്കെ അവർ കൊണ്ടുവരുന്നു. അപ്പോ ഇറ്റ് വിൽ ബ്രിങ് സം കൺട്രോൾ ഓവർ ദം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, കൺട്രോൾഡ് ആകുന്നു. കാരണം ആ സമയം ജോലി കഴിഞ്ഞു, പക്ഷെ എങ്കിലും എനിക്ക് തോന്നിയാൽ പോകാൻ പറ്റില്ല, കാരണം എന്റെ ടൈം ഇതാണ്, ആ സമയത്ത് എനിക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. നേരത്തെ പോണെങ്കിൽ അത് ചിലപ്പോ ലീവ് കട്ടോ അങ്ങനെ അല്ലെങ്കിൽ ഹാഫ് ഡേയോ ഒക്കെ ആക്കി എടുക്കും, അത് അങ്ങനെ പോകും. അതല്ലാന്നുണ്ടെങ്കിൽ എന്റെ ജോലി കഴിഞ്ഞിട്ടല്ലേ ഞാൻ പോയത്, പിന്നെ എന്തിനാ എന്റെ ഹാഫ് ഡേ കട്ട് ചെയ്തത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ദ റൂൾ ഓഫ് ദ പർട്ടിക്കുലർ ഓർഗനൈസേഷൻ ടു ബി ഓൺ ടൈം. ആ ജോലി സമയത്ത് മുഴുവനും അവിടെ പെർഫെക്റ്റ് ആയിട്ട് ടൈമിൽ എല്ലാത്തിലും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? സോ ഹയർ അതോറിറ്റീസിന് അവർക്ക് അവരുടെ റൈറ്റ്സ് ഉണ്ട്, അവരുടേതായ ഒരു അവകാശമുണ്ട് ടു ബ്രിങ് സം ഡിസിപ്ലിനറി പോളിസീസ് ടു ദ എംപ്ലോയീസിന് വേണ്ടിയിട്ട് ഡിസിപ്ലിനറി പോളിസി കൊണ്ടുവരിക. ആൻഡ് ഓൾസോ കമ്പൽ ദം ടു ഫോളോ ഇറ്റ്. കൊണ്ടുവരിക മാത്രമല്ല, അത് എംപ്ലോയീസിനെ കൊണ്ട് ഫോളോ ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം, അവരെ എന്താ പറയാ കമ്പൽ എന്ന് വെച്ചാൽ നിർബന്ധിച്ചുകൊണ്ടിരിക്കണം. മനസ്സിലായോ? ദാറ്റ് മീൻസ് ദാറ്റ് ദേ ആർ നോട്ട് അലൗഡ് ടു വയലേറ്റ് എനി റൂൾ ഓർ റെഗുലേഷൻ. ഏതെങ്കിലും തരത്തിലുള്ള നിയമങ്ങളും മറ്റു കാര്യങ്ങളൊന്നും വയലേറ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ വയലേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഫോളോ ചെയ്യാൻ കമ്പൽ ചെയ്യണം. ദാറ്റ് ബ്രിങ്സ്, ഇങ്ങനെ ഇതെല്ലാം കൊണ്ടുവരുമ്പോൾ there will be a control among the employees. അപ്പൊ നമുക്ക് അവരെ എന്ത് ചെയ്യാം, വരച്ച വരയില് പിടിയിൽ നിർത്താൻ പറ്റും, അല്ലേ? അങ്ങനെയല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അങ്ങനെയല്ലേ? അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ ജോലി കഴിഞ്ഞിട്ടല്ലേ അയാൾ പോയി പൊക്കോട്ടെ, കുഴപ്പമില്ല, അല്ലെ? അപ്പൊ അത് തോന്നിയ പോലെ ആയിരിക്കും. അങ്ങനെ ആകാതിരിക്കാനായിട്ട് ഒരു കൺട്രോൾ കൊണ്ടുവരാനായിട്ട് ഡിസിപ്ലിനറി പോളിസി വിൽ ബി ടേക്കൺ ബൈ ദ അതോറിറ്റീസ് ഇൻ ആൻ ഓർഗനൈസേഷൻ ആൻഡ് ഓൾസോ ദേ ഹാവ് ടു കമ്പൽ ദം ടു ഫോളോ ഇറ്റ്. അത്തരം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യാനായിട്ട് കമ്പലും ചെയ്യണം. ക്ലിയർ ആയോ? 4ാമത്തെ പോയിന്റ് ഒന്ന് വേഗം വായിച്ചു നോക്കിയേ, ജസ്റ്റ് വേഗം ഒന്ന് കണ്ണോടിച്ചു നോക്ക്. കാരണം നിങ്ങൾ വായിച്ച് എന്താ പറയാ ആൻസർ ചെയ്താനുള്ളതാണ്. ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് കേട്ടാ, 1ാമത്തെ സെന്റൻസ് മാത്രം. ഓക്കെ, കഴിഞ്ഞോ? കഴിഞ്ഞല്ലോ. Next one, maintaining cordial relations between the employee and management. ഇനി എന്താ, ഒരു നല്ല ബന്ധം, ഒരു കോർഡിയൽ റിലേഷൻ ആണ്, ഒരു നല്ലൊരു ബന്ധം ക്രിയേറ്റ് ചെയ്യുക. ആരൊക്കെ തമ്മില്? മാനേജ്മെന്റും എംപ്ലോയീസും തമ്മിൽ. അത് മെയിൻറ്റെയിൻ ചെയ്യാനും ഡിസിപ്ലിന്റെ ലക്ഷ്യമാണ്. അപ്പൊ ഡിസിപ്ലിൻ എന്ന് പറയുന്നതിന്റെ ലക്ഷ്യങ്ങളിൽ വരുന്നതാണ് ഇതൊക്കെ. അപ്പൊ അതിന്റെ ഒരു മറ്റൊരു ലക്ഷ്യമാണ് എന്ത്? മെയിൻറ്റെയിനിങ് കോർഡിയൽ റിലേഷൻസ് ബിറ്റ്വീൻ ദ എംപ്ലോയീസ് ആൻഡ് മാനേജ്മെന്റ്. എന്ന് വെച്ചാൽ ഡിസിപ്ലിനറി ആക്ഷൻസ് ഫോളോ ചെയ്യാൻ പറയുമ്പോഴേ അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്നറിയോ, when the authorities, higher authorities bring some disciplinary policies in the organization, it will lead to some type of misunderstanding between the unions, employees and management. അങ്ങനെ എന്തെങ്കിലും ഡിസിപ്ലിനറി ആക്ഷൻ ഒക്കെ കൊണ്ടുവരുമ്പോ എന്താ പറയാ, മനസ്സോടെയൊക്കെ ചിലരത് ഫോളോ ചെയ്യും. ചില ഡിസിപ്ലിനറി ആക്ഷൻസ് കൊണ്ടുവരുമ്പോ മാനേജ്മെന്റിനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യും എംപ്ലോയീസ്. എന്ന് വെച്ചാൽ അത് വേണോ വേണ്ടേ, അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്തേക്കൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. കാരണം ഇതാണ് ഇവിടുത്തെ പോളിസി, ഇത് നിങ്ങൾ ഫോളോ ചെയ്യണം. അങ്ങനെ ചിലപ്പോ ഇടയ്ക്കിടയ്ക്ക് ചില ഡിസിപ്ലിനറി ആക്ഷൻ ഒക്കെ മാറ്റും, എന്താ പറയാ അപ്ഡേഷൻസ് കൊണ്ടുവരും. പഴയ രീതിയിലുള്ള ഡിസിപ്ലിനറി ആക്ഷൻ കൂടാതെ ചില മാറ്റങ്ങൾക്ക് അനുസൃതമായി. കാരണം
ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഇക്കോണമിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോ നെക്സ്റ്റ് മൊമെന്റിൽ എന്ത് സംഭവിക്കും അറിയില്ല. നെക്സ്റ്റ് മൊമെന്റിൽ എന്താണ് നമ്മുടെ ഇക്കോണമിക്ക് ഭവിക്കാൻ പോകുന്നത് നമുക്കറിയില്ല. അങ്ങനെയുള്ള എന്താ പറയുക, എപ്പോഴും ചേഞ്ച്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഇക്കോണമിയിൽ വസിക്കുമ്പോൾ അവിടെ ഓർഗനൈസേഷനിലും ഒബിയസ്ലി എന്തുണ്ടായിരിക്കും, ചേഞ്ചസ് ഉണ്ടായിരിക്കും. സോ ദർ വിൽ ബി ചേഞ്ചസ് ഇൻ ദ ഡിസിപ്ലിനറി പോളിസി. അതിന് പോളിസിയിലും മാറ്റങ്ങളൊക്കെ കൊണ്ടുവരും. ശുചിത്വ എന്താ പറയാ പരിപാലനം കൃത്യമാക്കാൻ വേണ്ടി അപ്ഡേഷൻസ് കൊണ്ടുവരും. ചിലപ്പോൾ അത് മേ ലീഡ് ടു സം മിസ്അണ്ടർസ്റ്റാൻഡിങ്സ്. അത് എംപ്ലോയീസും മാനേജ്മെന്റും തമ്മിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് കാരണമാകുകയും ചെയ്യും. അപ്പോ ഈ എന്താ പറയാ യൂണിയനും മാനേജ്മെന്റും തമ്മിലുള്ള ഒരു എന്താ പറയാ ബന്ധം, ആ ഒരു റിലേഷൻ സ്പോയിൽ ചെയ്യുക എന്നുള്ളതല്ല അവിടുത്തെ എന്താ പറയാ ഡിസിപ്ലിൻ പോളിസി എന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷനിൽ ഇത്തരം പോളിസി കൊണ്ടുവരുമ്പോൾ നമ്മളും മാനേജ്മെന്റും തമ്മിൽ ഉള്ള ബന്ധത്തിന് തകർച്ച ഉണ്ടാക്കുക, അല്ലെങ്കിൽ അത് നശിപ്പിക്കുക, സ്പോയിൽ ആക്കുക എന്നുള്ള ഉദ്ദേശത്തിലല്ല കൊണ്ടുവരുന്നത്. അവിടെ ഒരു നല്ല പോളിസി കൊണ്ടുവന്ന് നല്ല ബന്ധം തന്നെ സൃഷ്ടിക്കുക. അതായത് ടു ക്രിയേറ്റ് എ ട്രസ്റ്റ് അമംഗ് ദ എംപ്ലോയീസിനെ മാനേജ്മെന്റുമായിട്ട് ഒരു വിശ്വാസ്യത, അല്ലെ, ഒരു വിശ്വാസം, അതാണ് എല്ലാം, അല്ലെ, പരസ്പര വിശ്വാസം അത് കൊണ്ടുവരിക. എംപ്ലോയീസിനെ ട്രസ്റ്റ് ചെയ്യണം, എംപ്ലോയീസ് മാനേജ്മെന്റിനെ ട്രസ്റ്റ് ചെയ്യണം. ആ ഒരു ട്രസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും അത് നേടിയെടുക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഡിസിപ്ലിൻ പോളിസി. ഇറ്റ് ഈസ് ദ എസെൻഷ്യൽ തിങ് ഇൻ ഓർഗനൈസേഷനിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ടു ക്രിയേറ്റ് ആൻഡ് ഓൾസോ ടു മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ അമംഗ് ദ എംപ്ലോയീസ് ആൻഡ് യൂണിയൻസ്. ആൻഡ് ഓൾസോ ഇറ്റ് വിൽ ബ്രിങ് ബെസ്റ്റ് റിലേഷൻ. അവർ തമ്മിലുള്ള ബന്ധം കൃത്യമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ഇത് ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയാ. ഓക്കെ, അപ്പൊ ഈ 5 പോയിന്റ് ബോൾഡ് ആയിട്ട് എഴുതിയിരിക്കുന്ന ഒബ്ജക്റ്റീവ്സ് എന്തായാലും 5 ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നിങ്ങളോട് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന സെന്റൻസുകളും. ആൻഡ് 5ാമത്തെ പോയിന്റ് മനസ്സിലായോ നോക്കുക എങ്കിൽ അണ്ടർലൈൻ ചെയ്യാം. ഇൻ ഓർഡർ ടു ഗെയിൻ, അണ്ടർലൈൻ ചെയ്തത് ഇതാണ്. ലാസ്റ്റ് സെന്റൻസ് ഓഫ് ദാറ്റ് പോയിന്റ് thus എന്ന് മാറ്റി in order to gain and maintain trust of employees and unions and to attain their cooperation, it is essential to have a fair discipline policy. അതൊന്നും അണ്ടർലൈൻ ചെയ്യാം. thus വേണ്ട. ക്ലിയർ ആയോ നോക്കൊന്ന് വായിച്ചു നോക്കിയേക്കാം കേട്ടാ. കിട്ടാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും മനസ്സിലാവാത്തതെങ്കിൽ ചോദിക്കണം. സെന്റൻസ് വായിച്ചു നോക്കിയിട്ട് ഓക്കെ ആണ്. നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ടോപ്പിക് വിച്ച് ഈസ് ടൈപ്സ് ഓഫ് ഡിസിപ്ലിൻ. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിസിപ്ലിൻ ഏതൊക്കെ രീതിയിലുണ്ട്, ഏതൊക്കെ ടൈപ്പ് ആണ്. There are 3 types of discipline: positive discipline, negative discipline and progressive discipline. 3 രീതിയിലാണ് കേട്ടോ. ഡിസിപ്ലിൻ എന്ന് പറയുന്നതിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാ? പോസിറ്റീവ് ഡിസിപ്ലിൻ, നെഗറ്റീവ് ഡിസിപ്ലിൻ ആൻഡ് ഓൾസോ പ്രോഗ്രസീവ് ഡിസിപ്ലിൻ. നേരത്തെ തന്നെ നമ്മൾ മെൻഷൻ ചെയ്തിരുന്നു തുടക്കം. ഡിസിപ്ലിനെ അങ്ങനെ 3 രീതിയിലുണ്ട്, 2 രീതി നമ്മൾ പറഞ്ഞിരുന്നു. ടൈപ്സ് ഓഫ് പോയിന്റുകൾ പറഞ്ഞപ്പോഴേ നമ്മൾ പറഞ്ഞിരുന്നു ഡിസിപ്ലിൻ 2 രീതിയിലുണ്ട്, പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടെന്ന്. പ്രോഗ്രസീവ് അന്നേരം പറഞ്ഞില്ല. ആൻഡ് ഓൾസോ നമുക്ക് ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 രീതിയിലുള്ള ഡിസിപ്ലിൻ ആണുള്ളത്. ഫസ്റ്റ് വൺ പോസിറ്റീവ് ഡിസിപ്ലിൻ. പോസിറ്റീവ് ഡിസിപ്ലിൻ എന്താ? Positive discipline എന്ന് പറയുന്നത് it is a motivation to the employees to follow the rules and regulations of the organization to achieve its goals. ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ എന്ത് ചെയ്യുക? എംപ്ലോയീസ് കൃത്യമായി പരിപാലിച്ചു മുന്നോട്ട് പോവുക, എന്ന് വെച്ചാൽ പാലിച്ചു മുന്നോട്ട് പോവുക. ബൈ യൂസിങ് എ പ്രോപ്പർ കോഡ് ഓഫ് കോണ്ടാക്ട്. കോഡ് ഓഫ് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ എങ്ങനെ ഫോളോ ചെയ്യണമെന്ന് എന്താ പറയാ എംപ്ലോയീസിനെ കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായി ഫോളോ ചെയ്ത് ഓർഗനൈസേഷന്റെ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന എന്തോ ഒന്ന്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പോസിറ്റീവ് ഡിസിപ്ലിൻ. എന്ന് വെച്ചാൽ ഇവിടുത്തെ ലക്ഷ്യം അതിന്റെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ട് പറയുമ്പോൾ ഒരു പോസിറ്റീവ് എന്താ പറയാ ഒരു ഡിസിപ്ലിൻ ആണ് എങ്കിൽ അവിടെ നമ്മളെ ആരും ഉന്തണ്ട തള്ളണ്ട, ഇത് ചെയ്യ്, അങ്ങനെ ഫോളോ ചെയ്യും, ഇത് നീ ചെയ്യാൻ പോകുന്നത് തെറ്റാണ്, അങ്ങനെയല്ല ഇങ്ങനെ ചെയ്യ് എന്ന് പറഞ്ഞാൽ നമുക്ക് തിരുത്തേണ്ടതോ അല്ലെങ്കിൽ ഫോഴ്സ് ചെയ്യേണ്ടത് ആയിട്ടുള്ള ഒരു
ക്വസ്റ്റ്യനിങ് അവിടെ ഇല്ല, അങ്ങനത്തെ ഒരു ചോദ്യമില്ല. അവരെ ചെയ്യിപ്പിക്കാൻ വേണ്ടി നിർബന്ധിക്കുക അങ്ങനെയല്ല, സെൽഫ് ഇമ്പോസ്ഡ് ആണ്. നമ്മൾ സ്വയം മനസ്സിലാക്കുന്നു. ഇറ്റ് ഈസ് ദ ഡിസിപ്ലിൻ ഓഫ് അവർ ഓർഗനൈസേഷൻ. ഇത് നമ്മുടെ ഓർഗനൈസേഷന്റെ അച്ചടക്കത്തിലും ഉള്ളതാണ്, നമ്മളത് പാലിക്കേണ്ടതാണ് എന്ന് സ്വമേധയാ നമ്മൾ മനസ്സിലാക്കി നമ്മളത് ഫോളോ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അതിന് മറ്റൊരു പേര് കൂടിയുണ്ട്, സെൽഫ് ഇമ്പോസ്ഡ് ഡിസിപ്ലിൻ എന്നും അതിന് പേരുണ്ട്. ദർ ഇസ് നോ നീഡ് ഓഫ് ഫോഴ്സിംഗ് ദ എംപ്ലോയീസ് ടു ഫോളോ. ഇവിടെ നമുക്ക് എംപ്ലോയീസിനെ ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഇത് ഫോളോ ചെയ്യണം, അങ്ങനെ ഒരു ആവശ്യമില്ല. പോസിറ്റീവ് ഡിസിപ്ലിൻ അങ്ങനെയാണ്, അതിന്റെ നേച്ചർ അങ്ങനെയാണ്, നമ്മൾക്കത് ഫോളോ ചെയ്യും. കാരണം പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡിസിപ്ലിനറി പോളിസി ആണെങ്കിൽ അത് എംപ്ലോയീസ് തീർച്ചയായിട്ടും ഫോളോ ചെയ്യും. എന്ന് വെച്ചാൽ നമുക്ക് വലിയ എന്താ പറയാ ഒരു കുഴപ്പമില്ല, ഈ ഇന്ന കാര്യം ഫോളോ ചെയ്യണം കുഴപ്പമില്ല, കാരണം അത് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ നമ്മളെ ചില കാര്യങ്ങളുണ്ട് എംപ്ലോയീസിനെ കൊണ്ട് പറ്റില്ല, എന്നിട്ടും അത് ഡിസിപ്ലിനറി പോളിസി ആയിട്ട് കൊണ്ടുവരുന്നു. അങ്ങനെ വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പ്രതികരിക്കാം, ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും, ഇത് നടപ്പിലാകുന്ന കാര്യമാണോ, സോ വി ക്യാൻ ആസ്ക്. അല്ലെങ്കിൽ വി ക്യാൻ എന്താ പറയാ നമുക്കത് ഫോളോ ചെയ്യാതിരിക്കാം, അല്ലെ? അങ്ങനെ നമുക്ക് നമ്മളുടേതായ സജഷൻസ് പറയാം. അതേസമയം ഇഫ് വി ക്യാൻ ഫോളോ ദ ഡിസിപ്ലിൻ പോളിസി വിച്ച് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ഓർഗനൈസേഷൻ, വി ഹാവ് ടു ഫോളോ. അത് നമ്മൾ ഫോളോ തന്നെ ചെയ്യണം. അതിൽ എന്താ പറയാ ഇന്ന സമയത്ത് വരണം, ആ സമയത്തിന് വരാൻ പറ്റുന്നവരാണ് എല്ലാവരും. ഓക്കെ 9:30 എത്തണം, അല്ലെങ്കിൽ വേണ്ടാന്ന് 9:30 നമുക്ക് നമ്മൾ ആ ജോലിക്ക് കയറണ്ട, പറ്റില്ല, എനിക്ക് 9:30 ജോലിക്ക് വരാൻ പറ്റില്ല, എനിക്ക് 12:00 ജോലിക്ക് വരാൻ പറ്റുള്ളൂ ഉച്ചയ്ക്ക് എന്നൊക്കെ പറയുകയാണെങ്കിൽ യു ഹാവ് ടു ലുക്ക് ഫോർ അനദർ ജോബ്. അത് എനിക്ക് പറ്റിയ ജോലിയല്ല, വേറെ സ്ഥലത്ത് ജോലിക്ക് പോകുക, അല്ലെങ്കിൽ അങ്ങനെ 12 മണിക്ക് ജോലിക്ക് കയറാൻ പറ്റുന്നുള്ളൂ എന്നുള്ള രീതിയിൽ പോകുക. അതല്ലാതെ ഓർഗനൈസേഷനിൽ വരുന്നു, നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നു, റെസ്യൂമേ സമർപ്പിക്കുന്നു, അതിൽ നിന്ന് നമ്മളെ എന്താ പറയാ ഇന്റർവ്യൂയിലൂടെയും മറ്റേതെങ്കിലും പ്രോസസ്സിലൂടെയും നമ്മളെ സെലക്ട് ചെയ്യുന്നു, റിക്രൂട്ട് ചെയ്യുന്നു, ജോബ് അസൈൻ ചെയ്ത് കൊടുക്കുന്നു, നമുക്ക് ജോലിയൊക്കെ തന്നു, ഇന്നതൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറയുന്നു. അവസാനം പറയുന്നു ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും ഫോളോ ചെയ്യാൻ എനിക്ക് പറ്റില്ല, ഇന്നത് എനിക്ക് ഫോളോ ചെയ്യണം, അതിനൊന്നും ഞാൻ എത്തില്ല. ഇതൊക്കെ പറഞ്ഞിട്ടാണല്ലോ ഇവിടെ റിക്രൂട്ട് ചെയ്തത്, അല്ലെ? അവിടുത്തെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫോളോ ചെയ്യാം എന്നുള്ള ഉറപ്പിലാണ് വി ഗോട്ട് ദ ജോബ്, നമ്മൾക്ക് ജോലി കിട്ടുന്നത്. സോ വി ആർ ഫോഴ്സ്ഫുള്ളി വി ഹാവ് ടു ഒബേ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യാൻ നമ്മൾ നിർബന്ധിതരാണ്, അതിൽ യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. സോ വി ഹാവ് ടു ഫോളോ. അങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റുന്നത് ആണ്, അല്ലാതെ അടിച്ചേൽപ്പിക്കുന്ന നമുക്ക് ഒട്ടുന്നതിന് അയ്യോ അത് പറ്റില്ല, അർദ്ധരാത്രി 12 മണിക്ക് എല്ലാ ദിവസവും ജോലിക്ക് വരണം, അത് പറ്റാത്ത ഇഷ്ടം പോലെ മെജോറിറ്റി ഓഫ് ദ ആളുകളും പറ്റാത്തവരാണ്. അപ്പൊ അത് പറ്റില്ല എന്ന് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സജസ്റ്റ് ചെയ്ത് എന്ത് നിയമമാണ്, റൂൾസ് ആണ്, ഇതെന്ത് ഡിസിപ്ലിനറി പോളിസിയാണ് എന്ന് നമുക്ക് ചോദ്യം ചെയ്യാം. അതല്ലാത്തതൊക്കെ ഫോളോ ചെയ്യാൻ പറ്റുന്നത് ഫോളോ ചെയ്യണം. അങ്ങനെ ഫോളോ ചെയ്യുന്ന എന്താ പറയാ ഡിസിപ്ലിൻ, അതാണ് പോസിറ്റീവ് ഡിസിപ്ലിൻ. അതിനെ മറ്റൊരു പേര് കൂടി പറയുന്നുണ്ട്, സെൽഫ് ഇമ്പോസ്ഡ് ഡിസിപ്ലിൻ. ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞതാ അല്ലെ, അതർ നെയിം പറഞ്ഞതല്ലേ പോസിറ്റീവ് ഡിസിപ്ലിന്റെ മറ്റൊരു വേർഡ് പറഞ്ഞോ? കേട്ടത് ഓർമ്മയുണ്ടോ? എവിടെയെങ്കിലും ഇതിനു മുൻപ് മെൻഷൻ ചെയ്തിരുന്നോ? ഇല്ലേ, ഇപ്പോഴാണോ കേട്ടത്? മിണ്ടാത്ത നിങ്ങള് ഇതെവിടെ ഉണ്ടല്ലോ, നമ്മളിവിടെ പറഞ്ഞില്ലേ നേച്ചർ ഓഫ് ഡിസിപ്ലിനിൽ ഒരു പോയിന്റ് പറഞ്ഞു, പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഇൻ നേച്ചർ എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞിരുന്നോ? ഇല്ല. ഓക്കെ, സെൽഫ് ഡിസിപ്ലിനെ നമ്മൾ ഒബ്ലിഗേറ്ററി എന്ന് പറഞ്ഞു അല്ലെ, നെഗറ്റീവ് ഡിസിപ്ലിനെ പറഞ്ഞു തോന്നുന്നു. ഓക്കെ, യെസ്. അപ്പോ അങ്ങനെയാണ് ഫോളോ ചെയ്യാൻ പറ്റുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ ഫോളോ ചെയ്യണം. അങ്ങനെയുള്ളത് അതായത് ഫോഴ്സ് ചെയ്യാതെ ചെയ്യിപ്പിക്കുന്നതിനെയാണ് നമ്മൾ സെൽഫ് ഇമ്പോസ്ഡ് ഡിസിപ്ലിൻ എന്ന് വിളിക്കുക. ക്ലിയർ ആയോ ആ ഒരു പോയിന്റ്? ആ ഒരു കുഞ്ഞു പോയിന്റിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന പാരഗ്രാഫ് മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്യാനുണ്ട്. പോസിറ്റീവ് ഡിസിപ്ലിൻ, ടൈപ്സ് ഓഫ് ഡിസിപ്ലിൻ 3 അതെന്തായാലും പഠിക്കണം. പോസിറ്റീവ്, നെഗറ്റീവ്, പ്രോഗ്രസീവ്. അതില് പോസിറ്റീവിനകത്ത് അണ്ടർലൈൻ ചെയ്യേണ്ടത് പറയാം. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. പോസിറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരു എന്താ പറയാ ഒരു ചെറിയൊരു ഡെഫിനിഷൻ പോലെ കൊടുത്തിട്ടുണ്ട്, കോഡ് ഓഫ് കോണ്ടക്ട് വരെ. അതൊരു അണ്ടർലൈൻ ചെയ്യാം. അതിന്റെ തൊട്ടടുത്ത സെന്റൻസും ഇറ്റ് ഈസ് ഓൾസോ കോൾഡ്, ആ ഇറ്റ് എന്തുട്ടാ, ഇറ്റ് എന്നതാണ് പോസിറ്റീവ് ഡിസിപ്ലിൻ എന്ന് ചേർത്ത് വായിക്കണം. പോസിറ്റീവ് ഡിസിപ്ലിൻ ക്യാൻ ഓൾസോ ബി കോൾഡ് സെൽഫ് ഇമ്പോസ്ഡ് ഡിസിപ്ലിൻ എന്ന്. ഓക്കെ, യെസ്. ഇനി ഈ പോസിറ്റീവ് ഡിസിപ്ലിനെ സ്പ്രീഗൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സ്പ്രീഗൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അക്കോർഡിംഗ് ടു സ്പ്രീഗൽ, പോസിറ്റീവ് ഡിസിപ്ലിൻ enables an employee to have a greater freedom
അതിന് പോസിറ്റീവ് ഡിസിപ്ലിൻ കൊണ്ടുണ്ടാകുന്ന ഒരു കാര്യം എന്താ വെച്ചോ, എംപ്ലോയീസിന് ഒരു ഗ്രേറ്റർ ഫ്രീഡം ആണ്, ഒരു സ്വാതന്ത്ര്യമാണ്. നമ്മൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്താൽ നമ്മൾ സ്വതന്ത്രരാണ്. കാരണം എന്താ, അത് ഫോളോ ചെയ്ത് നമ്മൾ വെറുതെ എന്താ ഇഷ്ടപ്പെട്ടൊന്നും ചെയ്യണ്ട, അത് നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോകുക. ആൻഡ് ഓൾസോ ദേ എൻജോയ് ഗ്രേറ്റർ ഡിഗ്രി ഓഫ് സെൽഫ് എക്സ്പ്രഷൻ. അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മളുടേതായ രീതിയിൽ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ, എന്താണ് ഓർഗനൈസേഷന്റെ ഗോള്, അത് അച്ചീവ് ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കും, നമ്മൾ അതിനു വേണ്ടി പ്രയത്നിക്കും. സ്ട്രൈവ് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രയത്നിക്കുക. ആൻഡ് കൺസിഡറിങ് ദാറ്റ് ഇറ്റ്സ് അവർ ഓൺ ഗോൾ, നമ്മളുടേതാണ് ആ ലക്ഷ്യം എന്നുകൂടി മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, അത്തരം ജോലികൾ ചെയ്യുക. അല്ലെങ്കിൽ ഓർഗനൈസേഷനിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്ത് നമ്മുടെ പെർഫോമൻസ് നമ്മൾ കാഴ്ചവെക്കാനുള്ള ഫ്രീഡം നമുക്കുണ്ട്. അപ്പൊ അവിടെ നമ്മൾ ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല, ഫ്രീ ആകുകയാണ്. നമ്മളെ ആരും അടച്ചിരുന്നില്ല. കാരണം എന്താ, ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള പോസിറ്റീവ് ഡിസിപ്ലിൻ ഫോളോ ചെയ്യുന്ന എംപ്ലോയീസിന് അവിടെ ആരും അവരെ ഫോഴ്സ് ചെയ്യുന്നില്ല, അവരെ ഏതെങ്കിലും രീതിയിൽ അവരെ എന്താ പറയാ അവരുടെ ഫ്രീഡം നഷ്ടപ്പെടുത്തി അവരെ കൊണ്ട് കുന്തി തള്ളി എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ വരുമ്പോ നമ്മൾ ഭയങ്കര എന്തോ ഇതിന്റെ ഉള്ളിന്റെ അകത്ത് പെട്ട പോലെ ആകും അല്ലെ. അതില്ലാതെ നമുക്ക് ഫോളോ ചെയ്ത് പോകുകയാണെങ്കിൽ ആരും നമ്മളെ ഇത്ര വലിയ കാര്യമായിട്ട് എന്താ പറയാ നിയന്ത്രിക്കാനോ മറ്റുള്ളവർക്കൊന്നും വരില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ ഓർഗനൈസേഷന്റെ ഗോൾസ് ലക്ഷ്യത്തില് നേടാൻ വേണ്ടി നമ്മൾ പ്രയത്നിക്കും. അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കും, ഇത് എന്റെ, ആൻഡ് ഹി ഐഡന്റിഫൈസ് ഹിസ് ഓൺ, നമ്മളുടേതാണ്, ആ ഓർഗനൈസേഷന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്റെ ലക്ഷ്യമാണെന്ന് കൺസിഡർ ചെയ്യും എന്നാണ് ആര് പറയുന്നത്, പോസിറ്റീവ് ഡിസിപ്ലിനെ കുറിച്ച് സ്പ്രീഗൽ പറയുന്നത്. സോ യു ഹാവ് ടു അണ്ടർലൈൻ ദാറ്റ് ഡെഫിനിഷൻ വിച്ച് ഇസ് ഗിവൺ ബൈ സ്പ്രീഗൽ. സ്പ്രീഗൽ കൊടുത്ത ആ ഡെഫിനിഷൻ അങ്ങനെ തന്നെ അണ്ടർലൈൻ ചെയ്തിടുക. അത് ആരുടെ ഡെഫിനിഷൻ ആണ് എന്നൊക്കെ ചോദിക്കാം, അല്ലെങ്കിൽ എന്തിനെ കുറിച്ചാണ് ആ ഒരു ഡെഫിനിഷൻ സ്പ്രീഗൽ പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെയും വേണമെങ്കിൽ ചോദിക്കാം. രണ്ട് രീതിയിലും ആ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ഒന്ന് വായിച്ചു നോക്കാമോ? അക്കോർഡിംഗ് ടു ഡാഷ് പോസിറ്റീവ് ഡിസിപ്ലിൻ enables എന്ന് പറഞ്ഞ് ചോദിക്കാം, അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു സ്പ്രീഗൽ ഡാഷ് enables an employee to have a greater freedom in that he enjoys a greater degree of self expression in striving to achieve the group objective. Group objective എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷന്റെ ആ ഒബ്ജക്റ്റീവ് എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് നേടിയെടുക്കുന്നു. അത് മനസ്സിലാക്കുക, നമ്മുടേതും കൂടി ആയിട്ടുള്ള ലക്ഷ്യമാണ്. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യുന്നതാണ് പോസിറ്റീവ് ഡിസിപ്ലിൻ എന്ന് അദ്ദേഹം പറയുന്നത്. ക്ലിയർ ആയോ? പോസിറ്റീവ് ഡിസിപ്ലിൻ മനസ്സിലാവാത്തവരാരെങ്കിലും ഉണ്ടോ? നോബഡി? യെസ്, അണ്ടർലൈൻ ചെയ്യാൻ മറക്കല്ലേ. Then the next one, second type ആണ് നെഗറ്റീവ് ഡിസിപ്ലിൻ. എന്താണ് നെഗറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്? അതായത് sometimes the employees do not feel to follow the rules and regulations of the organization. ചില എംപ്ലോയീസ് ഉണ്ട്, എല്ലാവരും അല്ല, ചില എംപ്ലോയീസ് അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഞാൻ അനുസരിക്കേണ്ട ആവശ്യകതയുണ്ടോ എന്ന് സ്വയം മനസ്സിൽ ചോദിക്കാം. ഇത് ആവശ്യമുണ്ടോ? എന്നെ കൊണ്ടൊന്നും പറ്റില്ല, ഞാൻ ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യില്ല. കണ്ടല്ലോ, അങ്ങനെയുള്ളവരെ നമ്മൾ എന്ത് ചെയ്യണം? we have to, the organization have to forcefully make them obey the rules and regulations. നമ്മൾ അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒബേ ചെയ്യാൻ അവരെ ഫോഴ്സ് ചെയ്യിപ്പിക്കണം, എന്നുവെച്ചാൽ അവരെ നിർബന്ധിച്ച് അവരെ കൊണ്ട് ചെയ്യിക്കണം അല്ലെ. കാരണം ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കുക എന്നുള്ളതാണ് ഓർഗനൈസറുടെ, എന്റർപ്രണറുടെ ആവശ്യം. ആ ബിസിനസ് നടത്തുന്ന ആളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അദ്ദേഹം ഉദ്ദേശിക്കുന്ന പ്രോഫിറ്റബിലിറ്റി കിട്ടുക, ലാഭം കിട്ടുക, അദ്ദേഹം ഉദ്ദേശിക്കുന്ന പ്രൊഡക്ടിവിറ്റി, ഉൽപാദനക്ഷമതയിലേക്ക് എത്തുക അല്ലെ. ഒരുപാട് എംപ്ലോയീസിന് ജോലി കൊടുക്കുക, ആ എംപ്ലോയീസിനൊക്കെ എന്താക്കുക, അവരുടെ പെർഫോമൻസിനെയൊക്കെ മാക്സിമം യൂസ് ചെയ്യുക. ഒരുപാട് ലക്ഷ്യമുണ്ട് എന്റർപ്രണർക്ക്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് they have to establish some rules and regulations, disciplinary policies അല്ലെ. ഡിസിപ്ലിൻ പോളിസിയും കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവർ സെറ്റ് ചെയ്യും. സോ ദ എംപ്ലോയീസ് ആർ ഫോഴ്സ്ഡ് ടു ഡു ദാറ്റ്. അത് എന്തായാലും നിർബന്ധമായിട്ട് അനുസരിക്കണം, നിർബന്ധമാണ് എംപ്ലോയീസ്. പക്ഷേ ചില എംപ്ലോയീസ് അതിൽ നിന്ന് ഇങ്ങനെ എല്ലാത്തിലും ഉണ്ടല്ലോ നല്ലതും ചീത്തയും. നമ്മൾ പറയാറില്ലേ, എന്തെടുത്താലും അതില് ഗുഡും ഉണ്ട് ബാഡും ഉണ്ട്, എല്ലാത്തിലും ഉണ്ട് അല്ലെ. നല്ലതും ചീത്തയും എല്ലാത്തിലും ഉള്ളത്. ഏത് കാര്യം എടുത്താലും അതിനകത്ത് നല്ലതുകൊണ്ട് ചീത്തയുണ്ട്. ലൈക്ക് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്, പോസിറ്റീവ് നെഗറ്റീവ് പോലെ തന്നെ. ചില എംപ്ലോയീസ് നമുക്ക് ചെയ്യാലോ, ആ സമയത്തിന് പോവുക വരിക, ഇന്ന സമയം വരെ നമ്മളുടെ ഡ്യൂട്ടി, ഉച്ചയ്ക്ക് ഇന്ന സമയത്ത് ബ്രേക്ക്, ഓക്കെ വി ആർ ഫോളോയിങ് ഇറ്റ്. പിന്നെ വേറെ ഏതെങ്കിലും രീതിയിൽ മന്ത്ലി നമുക്ക് ഒരു ലീവേ ഉള്ളൂ, അത് മാക്സിമം ആ ഒരു ലീവ് മാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ല എന്താ പറയാ, തോന്നുന്നതിനും വേണ്ടുന്നതിനും വേണ്ടാത്തതിനും ഒക്കെ ലീവ് എടുത്ത് വെറുതെ എന്താ പറയാ ഓർഗനൈസേഷന്റെ ആ ഒരു ഔട്ട്പുട്ടിനെ ബാധിക്കുന്ന രീതിയിലുള്ള എന്താ പറയാ കാര്യങ്ങൾ ചെയ്യുക എംപ്ലോയീസ്. ചില ആളുകൾ അങ്ങനെ ഉണ്ട്. അപ്പൊ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവരുന്നത്. അപ്പൊ അതില് ഒരു വിഭാഗം ആളുകൾ ദേ വിൽ ഫോളോ, ആരും ഫോഴ്സ് ചെയ്യാണ്ട് തന്നെ ഫോളോ ചെയ്യും. അത് പോസിറ്റീവ് ആയിട്ടുള്ള ഡിസിപ്ലിൻ. അതേസമയം ചില ആളുകളുണ്ട് ഇങ്ങനെ നെഗറ്റീവ് അടിച്ച് നിൽക്കും, ഇത് വേണ്ട, ചെയ്യില്ല, ഞാനിങ്ങനെ അനുസരിക്കില്ല എന്നുള്ളത്. അപ്പൊ അങ്ങനെ വരുന്ന എംപ്ലോയീസിനെ വി ഹാവ് ടു വാൺ. അവരെന്ത് ചെയ്യണം?
അവർക്ക് വാണിംഗ് കൊടുക്കണം, ചിലപ്പോ പണിഷ്മെന്റ് കൊടുക്കേണ്ടി വരും അല്ലേ? പിന്നെ അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? ചില ടീച്ചേഴ്സ് ഇവിടെ എല്ലാ ദിവസവും നേരെ വൈകി ക്ലാസ് റൂമിൽ കയറേണ്ടത് 10:30 മണിക്ക്. ഞാനിപ്പോ ഒരു കുറച്ച് ദിവസം എന്റെ ക്ലാസ് ഉള്ള ദിവസം ഇന്നെന്താ ചൊവ്വ, അതെ ട്യൂസ്ഡേയില് ചൊവ്വാഴ്ച ദിവസം ഞാൻ എന്ത് ചെയ്യാണ് 10:30 നമ്മുടെ ക്ലാസ് ഓപ്പൺ ചെയ്യണം. 10:25 നമ്മൾ 23 ആകുമ്പോഴേക്കും നമ്മൾ ഇവിടെ ക്ലാസ്സിൽ കയറിയിരിക്കുന്നുണ്ട്. കുട്ടികൾ ഓരോരുത്തരായിട്ട് ജോയിൻ ചെയ്യട്ടെ. 21-ലൊന്നും 23-ലൊന്നും ഇവിടെ ഒരു മനുഷ്യരില്ല കേട്ടാ. ഒന്ന് നമ്മളിവിടെ ഓപ്പൺ ചെയ്തവരുണ്ടായിരിക്കും. പ്രസന്റ് ചെയ്യാനുള്ള നേരം ഞാൻ പ്രസന്റ് ചെയ്യില്ല, കുറെ കൂടി കഴിയും. അവിടെ നമ്മുടെ ഇവിടെ നിന്ന് തന്നെ ടെക്നിക്കൽ വിഭാഗം നമ്മളുടെ ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന അവരുണ്ട്, അവരും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ 2 ആൾക്കാരും നോക്കിയിരിക്കുന്നു. പിന്നെ കുട്ടികൾ ഓരോന്ന് വരുമ്പോഴാണ് പതുക്കെ ഇവിടെ നിന്ന് എന്താ പറയാ നോട്ട് നമ്മൾ പ്രസന്റ് ചെയ്യാനുള്ള നോട്ട് എടുത്തിടുന്നത്, റെക്കോർഡിംഗ് ഓൺ ആക്കുന്നത് ഒക്കെ. ഓക്കെ, അപ്പൊ ഇതൊക്കെ അപ്പൊ അതിന് പകരം ഞാൻ എന്ത് ചെയ്യണം, എല്ലാ ദിവസം 10:45 വരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളൊന്ന് 10:30 ക്ലാസ് തുടങ്ങിയപ്പോ ആകെ 7 പേരുണ്ടായിരുന്നു. ഞാൻ നോക്കിയതാണ് അന്നേരം. ഇപ്പൊ നമ്മുടെ നമ്പർ സ്ട്രെങ്ത് ഈസ് 22 പേരുണ്ട്. ദാറ്റ് മീൻസ് ഇൻ ബിറ്റ്വീനിൽ ഇത്രയും പേര് നമ്മൾക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇത് ഞാനാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും എന്നാണ് അല്ലെ? അത് ഞാൻ ഒരു ഉദാഹരണം പറയണം. അപ്പൊ ഞാൻ എല്ലാ ദിവസവും ട്യൂസ്ഡേയില് നിങ്ങളുടെ ക്ലാസ് ദിവസം ഞാൻ എല്ലാ ദിവസവും 10:45 വരുന്നു. ഓർഗനൈസേഷന്റെ ഭാഗത്തുനിന്ന് ഒരു എന്താ പറയാ ഒരു ആക്ഷനും എടുക്കില്ലേ? എടുക്കോ? നിങ്ങൾ ആലോചിക്കേ, എടുക്കോ ഇല്ലേ? എടുക്കോ ഇല്ലേ? ഉണ്ടെന്നില്ല ആരും ഇല്ല, അവിടെ ആരും എടുക്കും. യെസ്, എടുക്കും. ബിക്കോസ് അത് നമ്മളുടെ ടൈം, കുട്ടികൾക്ക് കൊടുത്തിരിക്കുന്ന ടൈം 10:30 ആണ്. അവിടെ ഒരു കുട്ടി ആരെങ്കിലും ഉണ്ടെങ്കിലും ഒരാളുണ്ടെങ്കിൽ 10:30 we have to open the record and also we have to start the class. തീർച്ചയായിട്ടും ആ ക്ലാസ് നമ്മൾ സമയത്തിന് തുടങ്ങിയിരിക്കണം. അവിടെ ചിലപ്പോൾ ഒരു കുട്ടിയായിട്ട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എങ്കിലും വേറെ ക്ലാസ്സിലുണ്ട് കേട്ടോ, നിങ്ങളുടെ ക്ലാസ്സിലല്ല. ഇപ്പൊ നിങ്ങൾ തുടക്കമായതുകൊണ്ട് ഇത്രയും കുട്ടികളൊക്കെ ഉണ്ട്. കുറച്ച് കഴിയുമ്പോ എന്താ പറയാ, അങ്ങനെയാണ് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിരിക്കുന്നത്, അങ്ങനെയാണ് അല്ലെ? ആദ്യത്തെ ദിവസമൊക്കെ ഫസ്റ്റ് ഡേ ഒക്കെ ഒരു ക്ലാസ് ഓപ്പണിംഗിൽ പോകുമ്പോ നമുക്കറിയാം ഇംഗ്ലീഷ് മാത്സ് ടീച്ചർ എടുക്കുമ്പോ വേഗം അത് പഠിച്ചിരുന്നു. കാരണം കുറച്ചല്ലേ ഉള്ളൂ അല്ലെ? പിന്നെ ദിവസങ്ങൾ അങ്ങനെ മാസങ്ങളായി മാറുമ്പോ എന്ത് പറ്റും, വെറുപ്പിലോട് കൂടി പഠിക്കാൻ കുറെ പുസ്തകം തുറക്കണോ, അയ്യോ പേടിയാവണം, എന്താ ഒരുപാടുണ്ടല്ലോ പഠിക്കാൻ. അപ്പൊ തുറക്കാണ്ടിരുന്നത് അയ്യോ കുഴപ്പമില്ല, ടെൻഷനില്ല, അവിടെ അടഞ്ഞിരുന്നോട്ടെ. അല്ലെങ്കിൽ അന്നൊക്കെ നമുക്ക് ആദ്യ ദിവസങ്ങളിലൊക്കെ ബിഗിനിങ് ഓഫ് ദി ഡേ ഒക്കെ ഇഷ്ടം കുറച്ചൊക്കെ അല്ലേ ടീച്ചർ എടുക്കും. പിന്നെ ടീച്ചറിന്റെ ഓട്ടം അതനുസരിച്ച് നമ്മളെ കൊണ്ട് ഓടിയാ എത്തൂല. അപ്പൊ എന്ത് ചെയ്യും, പതുങ്ങിയാവും പഠിത്തം അല്ലെ? ആ കണക്കാവും നിങ്ങളും. അതാണ് ഞാൻ പറഞ്ഞത്. കുറച്ച് കഴിയുമ്പോൾ ഇത് സ്ട്രെങ്ത് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഇത്രയും സ്ട്രെങ്ത് കുറയാറുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് തോന്നുന്ന ഇതിപ്പോ ഭയങ്കര കുറവാണ്. അതായത് നമ്മൾ HR4 എന്ന് പറയുന്ന ഒരു ബാച്ചാണ്. നിങ്ങള് 2-ലും 1-ലും ഒക്കെ ഏകദേശം ലാസ്റ്റ്, ഇതിപ്പോ ഒരു ഫസ്റ്റ് ബാച്ചിന്റെ തീരാറായി. അപ്പൊ അവരുടെ അറ്റത്തെത്തിയപ്പോഴാണ് ഇത്രയും സ്ട്രെങ്ത് കുറഞ്ഞത്. ഞാൻ അതിന്റെ ഇടയിൽ അതൊന്ന് പറഞ്ഞു മാത്രം. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ അത് ഫോളോ ചെയ്തില്ല. ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ 10:45 തന്നെ മാനേജ്മെന്റിന് ഇഷ്ടാവില്ല. അവര് ടേക്ക് ആക്ഷൻസ് അഗേൻസ്റ്റ് മീ. തീർച്ചയായിട്ടും അവർ എന്നോട് അതിൽ പറയാൻ ടീച്ചർ നിർത്തിപ്പോക്കോ, പറ്റില്ലെങ്കിൽ 10:45 ഇവിടെ നടക്കൂല കാര്യം എന്ന് പറഞ്ഞ് ഒരു കാര്യമില്ല, ഒരു ഇതില്ല. കാരണം ഇറ്റ്സ് ദെയർ ഓർഗനൈസേഷൻ ആൻഡ് ദേ ഹാവ് ടു അച്ചീവ് ദെയർ ഗോൾസ്. അവർക്ക് അവരുടെ ലക്ഷ്യം നേടിയെടുക്കണം. നിങ്ങൾ 10 കുട്ടികളോട് ഷെയർ ചെയ്യും, ആ ടീച്ചറിന് കൊള്ളില്ല, ആ ടീച്ചർ മാത്രം ക്ലാസ്സിൽ നേരം വൈകി വരുന്നു ഇല്ലേ? ഒരു 10 കുട്ടികളോട് പറയുന്ന എന്താ അതിന്റെ ഒരു നെഗറ്റീവ് ഇമേജ് ആണ് നമ്മുടെ ഓർഗനൈസേഷനെ കുറിച്ച് പുറത്തു പോകുക അല്ലെ? നല്ലതെന്നല്ലേ പറയിപ്പിക്കട്ടെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് വി ഹാവ് ടു ഫോളോ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് തീർച്ചയായിട്ടും. പക്ഷെ അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല എങ്കിൽ ഓർഗനൈസേഷൻ വിൽ ടേക്ക് ആക്ഷൻസ് ഇൻ ദ ഫോം ഓഫ് വാർണിംഗ്. ആദ്യം ഒന്ന് വാൺ ചെയ്യും. ഒരു ദിവസം 2 ദിവസമൊക്കെ ഓക്കെ, ടീച്ചറെ പതിവായിട്ടോ 2 ദിവസമായി ടീച്ചർ നേരെ വയ്യ ക്ലാസ്സിൽ കയറുന്നത് എന്നുള്ളത് ഒന്ന് വാൺ ചെയ്തു. ആൻഡ് അഗൈൻ ഐ എം റിപ്പീറ്റിംഗ് ദി സെയിം തിങ്. പക്ഷെ വീണ്ടും ഞാനതൊന്നും കേൾക്കാതെ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവര് അതിനേക്കാൾ വലിയ ആക്ഷൻ, പണിഷ്മെന്റ് മേ ബി ഇൻ ദ ഫോം ഓഫ് ഡിസ്മിസൽ വരെ ആകുമ്പോഴത് വേണമെങ്കിൽ പറഞ്ഞേക്ക് വിടും. ഓക്കെ, അതാണ് നെഗറ്റീവ് ഡിസിപ്ലിൻ. ഒന്ന് അണ്ടർലൈൻ ചെയ്യാമോ? ഇതാണ് കേട്ടോ അണ്ടർലൈൻ ചെയ്യേണ്ടത്. ഏതാ? sometimes undisciplined employees are warned and even punished for not obeying the rules and regulations. നെഗറ്റീവ് ഡിസിപ്ലിന്റെ ആ ഒരു ഇത് ഓർത്തിരിക്കണം. ടൈപ്സ് ഓഫ് ഡിസിപ്ലിനിൽ 1 പോസിറ്റീവ് ഡിസിപ്ലിൻ, 2 നെഗറ്റീവ് ഡിസിപ്ലിൻ. അതിൽ ഉള്ളിൽ അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു സെന്റൻസ് ആണ് കേട്ടോ പറഞ്ഞത്, ലാസ്റ്റ് സെന്റൻസ്. ആൻഡ് അഗെയിൻ സ്ത്രീകൾ again have given definition about a negative discipline. നെഗറ്റീവ് ഡിസിപ്ലിനെ കുറിച്ച് നേരത്തെ നമ്മളുടെ പോസിറ്റീവ് ഡിസിപ്ലിൻ ഡിഫൈൻ ചെയ്ത സ്ത്രീകൾ തന്നെ വീണ്ടും ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. എന്താണ് നെഗറ്റീവ് ഡിസിപ്ലിൻ? ഈസ് ദ ഫോഴ്സ് ദാറ്റ് prompts an individual or a group of individuals to observe the rules, regulations and procedures which are deemed to be necessary to the attainment of an objective or a goal. ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി അത് അത്യാവശ്യമാണ്.
ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കുക എന്നുള്ളത് ഓർഗനൈസേഷന്റെ എന്റർപ്രണറുടെയും അവിടെ വർക്ക് ചെയ്യുന്ന ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വലുടെയും ലക്ഷ്യമായിരിക്കണം. അത് നേടിയെടുക്കേണ്ടത് അത്യാവശ്യമാണ് എങ്കിൽ അതിന് ഫോളോ ചെയ്യേണ്ട റൂൾസ് റെഗുലേഷൻസും ഒക്കെ ഒരു വ്യക്തിയെ കൊണ്ടോ ഒരു ഗ്രൂപ്പിനെ കൊണ്ടോ, ചിലപ്പോൾ ഒരു എംപ്ലോയിനെ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസിനെ കൊണ്ടോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കുന്നു. അതിനെയാണ് നമ്മൾ നെഗറ്റീവ് ഡിസിപ്ലിൻ എന്നാണ് സ്പ്രീഗൽ പറയുന്നത്. ക്ലിയർ അല്ലേ? സിമ്പിൾ സെന്റൻസ് ആണ് ഇതിങ്ങനെ. മനസ്സിലായോ? അഗൈൻ ആ ഒരു എന്താ പറയാ സെന്റൻസ്, അതായത് ആ ഡെഫിനിഷനും നിങ്ങൾ ഒന്ന് അണ്ടർലൈൻ ചെയ്തിരിക്കാം. ഡെഫിനിഷൻ പോസിറ്റീവ് ഡിസിപ്ലിനെയും സ്പ്രീഗൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവ് ഡിസിപ്ലിനെയും സ്പ്രീഗൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അണ്ടർലൈൻ ചെയ്തേ. കിട്ടിയോ എല്ലാവർക്കും? എനി ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ? ഓക്കെ ആണ്. യെസ്. ആൻഡ് ദ തേർഡ് ടൈപ്പ്, അപ്പൊ നമ്മുടെ ഡിസിപ്ലിന്റെ മൂന്നാമത്തെ രൂപം അല്ലെങ്കിൽ മൂന്നാമത്തെ ടൈപ്പ് ആണ് പ്രോഗ്രസീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഏറ്റവും നല്ലൊരു ബെസ്റ്റ് വേ ടു മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ among the employees is the progressive discipline എന്നാ പറയാ. അതായത് എംപ്ലോയീസിന്റെ ഇടയിൽ ഒരു പോളിസി ഡിസിപ്ലിൻ കൊണ്ടുവരാൻ ഏറ്റവും നല്ല ഉതകുന്ന ഒരു മാർഗം, ഒരു ബെസ്റ്റ് വേ എന്ന് പറയുന്നത് പ്രോഗ്രസീവ് ഡിസിപ്ലിൻ പോളിസിയാണ്. അത് അഡോപ്റ്റ് ചെയ്യുക. പോസിറ്റീവ് ഡിസിപ്ലിൻ നമ്മൾ പറഞ്ഞു, നെഗറ്റീവ് ഡിസിപ്ലിൻ നമ്മൾ പറഞ്ഞു. പോസിറ്റീവ് ഡിസിപ്ലിൻ ആകുമ്പോൾ സെൽഫ് ഇമ്പോസ്ഡ് ആണ്, നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാണ്. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യേണ്ടത് എന്റെ അത്യാവശ്യമാണ്. 10:30-ക്കാണ് ക്ലാസ്, 10:25 അല്ലെങ്കിൽ 10:20 എങ്കിലും നമ്മൾ എന്താ പറയാ ക്ലാസ് നമ്മുടെ ഓർഗനൈസേഷനിൽ എത്തിച്ചേരണം. 10:25 എല്ലാവരും അവരവരുടെ ക്ലാസ് റൂമുകളിൽ കയറിയിരിക്കണം. ടീച്ചേഴ്സിനുള്ള റൂളാണ്. ഇവിടുത്തെ ഒരു ജസ്റ്റ് റൂൾ ഞാൻ പറഞ്ഞെന്ന് മാത്രം. അതാണ്. അപ്പൊ അത് ഞാൻ കൃത്യമായി ചെയ്യുന്നു, ഫോളോ ചെയ്യുന്നു. അത് എന്താ പോസിറ്റീവ് ഡിസിപ്ലിൻ ആണ്. കാരണം ഈ ഓർഗനൈസേഷനിൽ ലക്ഷ്യം നേടിയെടുക്കുന്നതിൽ എനിക്ക് കൂടി പങ്കുണ്ട് എന്ന് ഐ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. എനിക്ക് മനസ്സിലാക്കണം, ഞാനും അത് മനസ്സിലാക്കി വേണം ജോലി ചെയ്യാൻ. ഓക്കെ. അതേസമയം നെഗറ്റീവ് ഡിസിപ്ലിൻ ആകുമ്പോൾ ചില ആൾക്കാരുണ്ട്, 10:30-ക്കല്ലേ ക്ലാസ്, 10:30-ക്ക് ക്ലാസ് ആണ്, 10:25 കയറിയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കയറിയിരിക്കണമെന്ന് പറയുന്ന കാരണം എന്താണെന്നറിയോ? 25 നമ്മൾ കയറിയിരുന്നു, നമ്മൾ ഈ എന്താ പറയാ ഡോട്ട്സ് ഒക്കെ ഡിസ്പ്ലേ ചെയ്തു, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു. ഇത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രോണിക് മെഷീൻ ആണ്, അല്ലെ? ഇലക്ട്രോണിക് മെഷീൻസിന് ചിലപ്പോഴൊക്കെ ചില എന്താ പറയാ ചില ഇതൊക്കെ വരും, അസുഖമൊക്കെ വരും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ സൗണ്ട് ഓൺ ആവില്ല, ചിലപ്പോ ക്യാമറ ഓൺ ആവില്ല, അല്ലെ? അങ്ങനത്തെ ചില ഡിസ്റ്റർബൻസ് ഫേസ് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ ഓൺലൈൻ ക്ലാസ് കൂടെ നടക്കുമ്പോ? ഡു ഉണ്ടോ? അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. പെർഫെക്റ്റ്. ഉണ്ടായിട്ടുണ്ട്. കണ്ടോ? അപ്പൊ അത് ഒക്കെ ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആ സമയമൊക്കെ അങ്ങനെ വെറുതെ നമ്മൾ വേസ്റ്റ് ആക്കി കളയാതിരിക്കാനാണ് ഒരു 25 ആകുമ്പോഴേക്കും നമ്മള് ക്ലാസ്സിൽ കയറുന്നത്. കാരണം ഇതൊക്കെ ഓൺ ചെയ്ത് വരുമ്പോ അതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള എന്താ പറയാ പെർഫെക്ഷൻ കുറവൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ കറക്റ്റ് ചെയ്ത് ഇരിക്കാം. അപ്പോഴേക്കൊക്കെ 5 മിനിറ്റ് ഉണ്ടല്ലോ. അപ്പൊ 5 മിനിറ്റ് കൊണ്ട് നമുക്കത് ക്ലിയർ ചെയ്ത് ഇരിക്കാം കുട്ടികൾ ജോയിൻ ചെയ്യുമ്പോഴേക്കും. ഓക്കെ. അതിനൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതൊക്കെ ഫോളോ ചെയ്യണം. കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നവരുണ്ട്. ചിലർ പറയാം 10:30-ക്കല്ലേ ക്ലാസ്, അപ്പോഴേക്കും കയറിയാൽ മതി. അപ്പൊ കയറുന്നു, ഓടിപ്പടച്ച് കയറുന്നു. 10:30-ആയി, 30 ക്ലാസ്സിന്റെ ഫ്രണ്ടിൽ വന്നിരിക്കുമ്പോ എന്താണ്, അയ്യോ ടീച്ചറെ കേൾക്കണില്ല നിങ്ങൾ ഇങ്ങനെ ടൈപ്പ് ചെയ്തിടും, അല്ലെങ്കിൽ ക്യാമറ ഓൺ ആയിട്ടില്ല, പ്രസന്റ് ചെയ്തൊക്കെ ഞങ്ങൾക്ക് കാണുന്നില്ല. ഇതൊക്കെ പറഞ്ഞ് ഇതൊക്കെ ക്ലിയർ ചെയ്ത് ഓരോന്ന് ക്ലിയർ ചെയ്ത് വരുമ്പോഴേക്കും ഏകദേശം 10-15 മിനിറ്റ് മുന്നോട്ട് പോയിട്ടുണ്ടാവും. ടൈം വിൽ നോട്ട് വെയിറ്റ് ഫോർ എനിവൺ. ഇല്ലേ? സമയം ആർക്കെങ്കിലും വേണ്ടി കാത്തിരിക്കോ? ഇല്ല. സമയം അങ്ങോട്ട് കടന്നു. ടീച്ചർ ക്ലാസ് തുടങ്ങിയിട്ടേ 10:30 ആവുള്ളൂ എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. അപ്പൊ സമയം പോകും. അപ്പൊ നമ്മളുടെ 10-15 മിനിറ്റ് അവിടെ ചെയ്യും, വെറുതെ പോകും, അല്ലെ? അപ്പൊ അതൊക്കെ അവോയ്ഡ് ചെയ്യാനാണ് നമ്മൾ അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻസ് ടീച്ചേഴ്സിന് കൊടുത്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് യു ഹാവ് ടു ബി ഓൺ ടൈം. ഒരു 5 മിനിറ്റ്സ് ബിഫോർ നമ്മൾ ക്ലാസ്സിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത്. ഓക്കെ. അപ്പൊ അത് കൃത്യമായി ഫോളോ ചെയ്യും. അത് പോസിറ്റീവ്. ഫോളോ ചെയ്യാത്തവരെ കൊണ്ട് അടുത്ത ദിവസത്തെ നിങ്ങൾ ക്ലാസ്സിൽ കയറിയപ്പോൾ ടീച്ചറെ 10:30 കഴിഞ്ഞു, അതുകൊണ്ട് അത് പറ്റില്ല, യു ഹാവ് ടു ഒബേ ദ റൂൾ എന്ന് നമ്മൾ വാൺ ചെയ്യാം. ഓക്കെ. ആ വാണിങ് 1 കൊടുക്കുന്നു, 2 കൊടുക്കുന്നു, 3 കൊടുക്കുന്നു, പിന്നെ അവർക്ക് ദേഷ്യം കയറും. പിന്നെ വാണിങ് അരികിൽ അടിച്ച് തെറിപ്പിക്കേണ്ടി വരും, അല്ലെ? പുറത്തോട്ട്. യെസ്, ദാറ്റ്സ് ഓൾ. അപ്പൊ ഈ പ്രോഗ്രസീവ് ഡിസിപ്ലിൻ അതൊരു സിസ്റ്റമാറ്റിക് വേ, ഒരു ബെസ്റ്റ് വേ ഓഫ് ഡിസിപ്ലിനറി പോളിസി ആണെന്നാണ് പ്രോഗ്രസീവ് ഡിസിപ്ലിനെ പറയുന്നത്. കാരണം ഇറ്റ് ഈസ് ടു ബി ഫോളോഡ് ഇൻ എ സിസ്റ്റമാറ്റിക് വേ.
അതായത് എംപ്ലോയീസിനെ എന്താ പറയാ അവരെ ഇൻഡിസിപ്ലിൻ ആകുന്ന സമയത്ത് അവരെയൊക്കെ ഡിസിപ്ലിൻ ആക്കാൻ വേണ്ടിയിട്ട് ഒരു സിസ്റ്റമാറ്റിക് വേ ഓഫ് അപ്രോച്ച് അവരെ ആ രീതിയിലൊന്ന് സമീപിച്ച് അവരെയൊക്കെ എന്താക്കുന്നു, ഡിസിപ്ലിൻ ആക്കുന്നു. അപ്പൊ എന്തെങ്കിലും രീതിയിൽ ഡിസിപ്ലിൻ ഫോളോ ചെയ്യാത്ത, ഒബേ ചെയ്യാത്ത എംപ്ലോയീസ് ഉണ്ടെങ്കിൽ അവർക്ക് ചില രീതിയിൽ കറക്റ്റ് ചെയ്ത് അവരൊരു സിസ്റ്റമാറ്റിക് വേയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രോഗ്രസീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്ന പോളിസി. ഇതാണ് ശരിക്കും സാധാരണ എടുക്കുന്നതെന്നാ പറയുന്നത്. ഇനി അക്കോർഡിംഗ് ടു ദിസ്, ഈ ഒരു പ്രോഗ്രസീവ് ഡിസിപ്ലിൻ പ്രകാരം ഡിസിപ്ലിനറി പോളിസി ഉപയോഗിച്ച് ഓർഗനൈസേഷൻ വിൽ ടേക്ക് മൈൽഡ് ആക്ഷൻസ് ഇഫ് അറ്റ് ദ ഇനീഷ്യൽ സ്റ്റേജ്. ഇപ്പൊ ഏതെങ്കിലും, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആദ്യത്തെ ദിവസം ടീച്ചർ കയറി 10:30 കയറുന്നതിന് 10:35 കയറി. അപ്പൊ ആദ്യത്തെ ദിവസം കണ്ടു ടീച്ചർ 5 മിനിറ്റ് ലേറ്റ് ആണ് കേട്ടോ ക്ലാസ്സിൽ കയറിയിരിക്കുന്നത് എന്ന് നമ്മൾ ഞാൻ പറയുന്നു, തിരുത്തുന്നു. അപ്പൊ ഓക്കെ, അപ്പൊ ആ ഇനീഷ്യൽ സ്റ്റേജിൽ ചിലപ്പോ ഒരു ചെറിയ ആക്ഷൻ അടുത്ത ദിവസം ഇത് പറ്റില്ല കേട്ടോ, ഇത് സമ്മതിക്കില്ല. ഇനി അതിനുശേഷം വീണ്ടും അതേ എന്താ പറയാ ഡിസൊബേ ചെയ്യുകയാണെങ്കിൽ, അതേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഡിസൊബേ ചെയ്ത് അടുത്ത ദിവസം 35 കഴിഞ്ഞ് 40 കയറുകയാണ്. അങ്ങനെ വരുമ്പോൾ അതിന്റെ അനുസരിച്ച് അതിന്റെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള പണിഷ്മെന്റുകളും അതനുസരിച്ച് കൂടി വരും. ആ ഒരു രീതി അപ്ലൈ ചെയ്യുക, അതാണ് സാധാരണ പ്രോഗ്രസീവ് ഡിസിപ്ലിനിൽ ഉപയോഗിക്കുന്നത്. എന്നുവെച്ചാൽ തെറ്റ് ചെയ്യുന്ന, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വയലേറ്റ് ചെയ്യുന്ന, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഡിസിപ്ലിനറി ആക്ഷൻസ് ഫോളോ ചെയ്യാത്ത എംപ്ലോയീസിന്റെ പേരിൽ ഇനീഷ്യൽ സ്റ്റേജിൽ ഓർഗനൈസേഷൻ ക്യാൻ ടേക്ക് മൈൽഡ് ആക്ഷൻസ്, ചെറിയ ആക്ഷൻസ്. Then according to the severeness of the indiscipline ആ ഒരു ഗതി മാറി കുറച്ചും കൂടി തീവ്രത കൂടിയത് വരുമ്പോ they can take give more punishments. അതിന് തക്കതായ രീതിയിലുള്ള പണിഷ്മെന്റുകളും വേണമെങ്കിൽ ഏർപ്പെടുത്താം എന്നാണ് പറഞ്ഞേക്കുന്നത്. മനസ്സിലായോ? അതായത് അവരൊരു എക്സാമ്പിൾ പറയുന്നത്, ഇഫ് ആൻ എംപ്ലോയി ക്രിയേറ്റ്സ് ഇൻഡിസിപ്ലിൻ ഇൻ എനി ഫോം. ഇപ്പൊ ഏതെങ്കിലും എംപ്ലോയി ഇൻഡിസിപ്ലിൻ പ്രവർത്തിക്കുകയാണ്, ഡിസിപ്ലിൻ ആയിട്ട് പ്രവർത്തിക്കുന്നില്ല ഓർഗനൈസേഷനിൽ എന്ന് വിചാരിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ദേ ഷുഡ് ബി ഗിവൺ സം വെർബൽ വാർണിംഗ്. കൊണ്ടത്തെ വൈകിയാണ് കയറിയത്, ആ ഒരു വെർബൽ വാർണിംഗ്, ആ വാർണിംഗ് രീതിയിൽ തന്നെ ഒരു അറിയിപ്പ് കൊടുക്കുകയാണ്. അതെ, ഇന്ന് ക്ലാസ്സിൽ വൈകിയാണ് ടീച്ചർ കയറിയത്. ക്ലിയർ ആയോ? അത് ഇച്ചിരി എന്താ പറയാ, സാധാരണ കളിച്ചൊന്നും പറയില്ലല്ലോ അല്ലെ, ഒരു വെർബൽ വാർണിംഗ് ആണ്. ആ വെർബൽ വാർണിംഗ് അല്ലാണ്ട് ആദ്യ ദിവസം തന്നെ ടീച്ചർ ചിലപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം ഇച്ചിരി വൈകി പോയത് അല്ലെ, അത് മനഃപൂർവ്വമായിരിക്കണമെന്നില്ല. അതുകൊണ്ട് ആദ്യ ദിവസം നമ്മളൊരു ചെറിയൊരു ടീച്ചറെ ഇന്നും ഇത്തിരി വൈകിയാട്ടോ ക്ലാസ്സിൽ കയറിയത്, ഒരു കണ്ടോ, ആ ഒരു സിസ്റ്റമാറ്റിക് വേ ആണ് അത് ചെയ്യുന്നു. അത് വീണ്ടും ഇഫ് ദേ ആർ നോട്ട് റെക്ടിഫൈങ് ദെയർ മിസ്റ്റേക്സ് ആൻഡ് ഓൾസോ ക്യാരിയിങ് ഓൺ ദ സെയിം തിങ്, അവരവരുടെ തെറ്റ് മനസ്സിലാക്കുന്നില്ല, വീണ്ടും അത് തന്നെ ചെയ്യുകയാണെങ്കിൽ ചാർജ് ഷീറ്റ് should be given to him or her. അവർക്ക് എന്ത് ചെയ്യണം, ഒരു ചാർജ് ഷീറ്റ് കൊടുക്കുന്നു. ഇത് തന്നെ ആവർത്തിക്കാണല്ലോ, നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യത്തിന് ഇപ്പോഴും ഒരു തെറ്റിൽ വന്നിട്ട് വീണ്ടും തന്നെ ആവർത്തിക്കുന്നു എന്നൊരു കാണിക്കുന്ന എക്സ്പ്ലനേഷൻസ് ഒക്കെ കാണിക്കുന്ന ഒരു ചാർജ് ഷീറ്റ് വേണമെങ്കിൽ കൊടുക്കാം. എന്നിട്ടും ആ ബിഹേവിയറിൽ മാറ്റമൊന്നുമില്ല എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, വിൽ ബി സസ്പെൻഡഡ് ആൻഡ് ഫൈനലി ടെർമിനേറ്റഡ്. സസ്പെൻഷനിലേക്ക് പോകാം, അതല്ല എങ്കിൽ ടെർമിനേഷനിലേക്ക് പോകാം. ടെർമിനേഷൻ എന്താ, എടുത്തു മാറ്റി കളയുക, ഓർഗനൈസേഷനിൽ നിന്ന് തന്നെ എടുത്തു കളയുക എന്ന് വെച്ചാൽ അവരുടെ സേവനം ഇനി ഇവിടെ ആവശ്യമില്ല എന്നുള്ള രീതിയിൽ അവരെ ഒഴിവാക്കുക. ഓക്കെ, സസ്പെൻഷൻ അതല്ലല്ലോ, സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് നാളത്തേക്കാണ്, സ്പെസിഫൈഡ് പീരീഡിലേക്കാണ്. സസ്പെൻഡഡ് ഫോർ 1 week, സസ്പെൻഡഡ് ഫോർ 1 month. കേട്ടറില്ലേ? അങ്ങനെ കേട്ടറില്ലേ? സസ്പെൻഷൻ ഒക്കെ കൂടുതൽ കേൾക്കുന്നത് സ്കൂൾ കുട്ടികളിൽ നിന്നാണ്. സ്കൂൾ കുട്ടികൾ എന്താ പറയാ, കൂടുതലും അവിടെ ചെയ്യുന്ന ചില തല്ലുപിടുത്തങ്ങള് കുട്ടികളൊക്കെ കുറച്ച് ഇതാണ് അല്ലെ എന്ന് പറഞ്ഞാൽ, രണ്ടാം വാക്കിന് അവർക്ക് എന്താ പറയാ, ദേഷ്യമൊക്കെ ഉള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് ഇടിയും ബഹളമൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ കാണുമ്പോൾ ടീച്ചേഴ്സിന് വടിയെടുക്കാനോ ഇതിനൊന്നും പറ്റാത്തത് കൊണ്ട് എന്ത് ചെയ്യാണ്, ഹെൽപ്ലെസ് ആണ്. അപ്പൊ അവർക്ക് പോലീസിനെ വിളിക്കുക, ദാറ്റ്സ് ഓൾ. അവർക്ക് അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. മിക്ക സ്കൂളുകളിലുണ്ട്, നമ്മുടെ അടുത്തൊക്കെ സ്കൂളുകൾ മിക്കപ്പോഴും ഉണ്ട്. പോലീസ് സ്റ്റേഷനൊക്കെ ഇങ്ങനെ സ്കൂളിന്റെ അടുത്തേക്ക് മാറ്റണം എന്ന് തോന്നുന്നു, ആ രീതിയിലാണ് മിക്കപ്പോഴും ഉണ്ട്. അപ്പൊ പിന്നെ ഇവിടെ തന്നെ താമസിക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ള മട്ടിലാണ്. കാരണം എന്ന് വെച്ചാൽ കുട്ടികൾക്ക്, ചെറിയ കുട്ടികളാണ്, 5ലും 6ലും പഠിക്കുന്ന കുട്ടികളൊക്കെ തമ്മിൽ ഭയങ്കര ബഹളം ഒക്കെ വെച്ചിട്ട് പിന്നെ പാരന്റ്സിനെ വിളിപ്പിക്കുന്നു, പോലീസ് വരുന്നു. ഇച്ചിരി സീരിയസ് ആയിട്ടുള്ളതൊക്കെയാണെങ്കിൽ പോലീസ് വരുന്നു, അല്ലെങ്കിൽ പാരന്റ്സിനെ വിളിപ്പിക്കുന്നു. ഇഷ്യൂ കളയാൻ വേണ്ടിയിട്ട് 2 days സസ്പെൻഡ് ചെയ്ത് കുറച്ച് നാളത്തേക്ക് ഇപ്പൊ വീട്ടിൽ ചെയ്യില്ല, കുറച്ച് ദിവസം. അപ്പൊ അവിടെ ഇരുന്നിട്ട് കുറച്ച് നമ്മള് അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് പാരന്റ്സ് ഒക്കെ കുറച്ചൊന്ന് നന്നാക്കാനൊക്കെ. പിന്നെ തന്നെയല്ല, 1-2 ആഴ്ചയൊക്കെ അങ്ങനെ വെറുതെ ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുമ്പോ അവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. കുറെ പിള്ളേരൊക്കെ അതിൽ നിന്നൊക്കെ കുറച്ചുകൂടി നല്ല രീതിയിൽ വരും. ഓക്കെ, അപ്പൊ സസ്പെൻഡഡ് എന്ന് പറഞ്ഞ വാക്ക് കേട്ടിട്ടുണ്ടാവുമല്ലോ എല്ലാവരും, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇത്രയും പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആയോ? ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ
ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ വെർബൽ വാണിംഗ് വാക്കുകൊണ്ട് പറഞ്ഞ് അവരെ വാൺ ചെയ്യുന്നു. അതും കഴിഞ്ഞ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് കൊടുക്കും, നമ്മൾ അതിന് ചാർജ് ഷീറ്റ് പ്രൊവൈഡ് ചെയ്യും. എന്നിട്ടും തെറ്റുന്നില്ല, വീണ്ടും അത് തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ സസ്പെൻഷൻ ദെൻ ടെർമിനേഷൻ. അപ്പൊ എങ്ങനെയാണ് ആ ഒരു ഫ്ലോ ചാർട്ട് എങ്ങനെ പോകും? വെർബൽ വാണിംഗ്, ചാർജ് ഷീറ്റ്, സസ്പെൻഷൻ, ടെർമിനേഷൻ. കണ്ടോ, ലാസ്റ്റ് ഇവിടെ ഇനി ഇതിന്റെ പുറകെ വേറെ ഒന്നുമില്ല, കാരണം പിരിച്ചുവിട്ട് കഴിഞ്ഞു, തീർന്നു. മനസ്സിലായോ? പാരഗ്രാഫ് എക്സാമ്പിൾ അടക്കം മനസ്സിലായോ? നോക്കിയേ, ആ എക്സാമ്പിൾ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം. ഇറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാമോ? എക്സാമ്പിളിലാണ് ആ 4 കാര്യം പറയുന്നത്: വെർബൽ വാണിംഗ്, ചാർജ് ഷീറ്റ്, സസ്പെൻഷൻ, ടെർമിനേഷൻ. യെസ്. ഇനി ഈ ഡിസിപ്ലിൻ, ഇത്തരം ഈ പ്രോഗ്രസീവ് ഡിസിപ്ലിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് നെഗറ്റീവിൽ നിന്നും കുറച്ചുകൂടി ഡിഫറെന്റ് ആണ്. ബിക്കോസ് ഈ പ്രോഗ്രസീവ് ഡിസിപ്ലിൻ സ്റ്റേസ് വിത്ത് ദ എംപ്ലോയി ഡ്യൂറിങ് ഹിസ് കരിയർ. ആ ഓർഗനൈസേഷനിൽ എവിടെയെങ്കിലും ജോലി ചെയ്യുന്ന ആ കരിയർ മുഴുവൻ അവർക്ക് നിലനിൽക്കുന്ന ഒരു കാര്യമാണ് പ്രോഗ്രസീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ മനുഷ്യന്മാരല്ലേ, ചിലപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ പറ്റും. ചിലപ്പോൾ ചില നിയമം നമ്മൾ അറിഞ്ഞോണ്ടല്ല, അറിയാതെ ചിലപ്പോൾ നമ്മളിൽ നിന്ന് തെറ്റിപ്പോകും. അപ്പൊ അതിന് വെർബൽ വാണിംഗ് ഒക്കെ ചിലപ്പോൾ കിട്ടും. അപ്പൊ ഒരു കരിയർ പീരീഡിൽ മുഴുവൻ എപ്പോൾ വേണമെങ്കിലും ഈ പറയുന്ന ഡിസിപ്ലിനറി പ്രോഗ്രസീവ് ഡിസിപ്ലിൻ ഫേസ് ചെയ്യേണ്ടവരാണ് എല്ലാവരും. അത് അങ്ങോട്ട് അങ്ങനെ നിലനിൽക്കും. അങ്ങനെ വരുന്ന ആ സമയത്ത് എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ എപ്പോഴാണോ ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്തത്, നമുക്ക് റിക്രൂട്ട്മെന്റ് കിട്ടിയത്, ഫ്രം ദാറ്റ് ടൈം ടു ദ ടൈം ഓഫ് റിട്ടയർമെന്റ് വരെ നിലനിൽക്കുന്ന ഒരു കാര്യമാണ് എത്തരം ഡിസിപ്ലിൻ, പ്രോഗ്രസീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഇനി പ്രോഗ്രസീവ് ഡിസിപ്ലിൻ ഒരു പ്രത്യേകതയുണ്ട്. ഈ പ്രോഗ്രസീവ് ഡിസിപ്ലിൻ കൊണ്ട് എന്താ പറയാ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് 2 രീതിയിലാണ്. ഒന്ന്, ഇറ്റ് ക്യാൻ റേസ് ദ എംപ്ലോയി ടു ഹിസ് ഹയർ ലെവൽ. നല്ല ഡിസിപ്ലിൻ ഉള്ള ആളുകൾക്ക് എന്താണെന്ന് ഒരു സ്കോപ്പ് ഉണ്ട്. എന്താ, നല്ല ഡിസിപ്ലിൻ ആണ്, എല്ലാ കാര്യവും കൃത്യമായി ചെയ്യുന്നു, പെർഫോമൻസ് വൈസും ഒക്കെ നല്ല ഓക്കെ. ഡിസിപ്ലിൻ ആയിട്ടുള്ള എംപ്ലോയിക്ക് ദേ ഹാവ് ചാൻസസ് ടു റേസ് ദർ പൊസിഷൻ ടു ഹയർ ലെവൽ. അവരുടെ പൊസിഷനിൽ നിന്ന് കുറച്ചുകൂടി ഉയർന്ന ലെവലിലേക്ക് എത്താനുള്ള ചാൻസസ് കൂടുതലാണ്. അത് പറയുന്നതിനേക്കാൾ അതിന്റെ അടുത്ത ഭാഗം പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാകും. ഇതുപോലെ തന്നെ പണിഷബിളുമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന സാധനത്തിന് എന്താ പറയാ, ഇത് ഈ ഉയർന്ന മുകളിലേക്കുള്ള കയറ്റത്തെക്കാൾ ഉപരി ഡിസ്മിസലിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരാള്, ആൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്, അവർക്ക് പ്രൊമോഷൻ കിട്ടാൻ നേരത്തെ ചിലപ്പോൾ കാഷ്യർ ആയിരുന്നു, ചിലപ്പോൾ മാനേജറായി പോകാം. എന്ന് വെച്ചാൽ പൊസിഷൻ ഉയർന്നു വരാനുള്ള സാധ്യതകൾ, പോസിബിലിറ്റീസ്, ചാൻസസ് വളരെ കൂടുതലാണ്. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഈ പറയുന്ന പ്രോഗ്രസീവ് ആക്ഷൻസ്, വെർബൽ വാണിംഗ് കൊടുത്തു, എന്താ പറയാ, ചാർജ് ഷീറ്റ് കൊടുത്തു, രക്ഷയില്ല, എന്നിട്ട് സസ്പെൻഡ് ചെയ്തു, എന്നിട്ട് രക്ഷയില്ല, അവസാനം ഡിസ്മിസൽ. കണ്ടോ? അപ്പൊ ഒരേ സമയം പ്രോഗ്രസീവ് ഡിസിപ്ലിനറി ആക്ഷൻ എന്ന് പറയുന്നത് ഒരു എംപ്ലോയിനെ ഹയർ ലെവലിലേക്ക് റേസ് ചെയ്യുകയും ചെയ്യാം, അറ്റ് ദ സെയിം ടൈം പണിഷ്മെന്റ് പോലെ ഡിസ്മിസലിലേക്ക് പോകാം എന്നാണ് പറയുന്നത്. 2 ഇഫക്റ്റ് ഉണ്ട്. ഒരു പോസിറ്റീവ് ഇഫക്റ്റും നെഗറ്റീവ് ഇഫക്റ്റും നമ്മുടെ പ്രോഗ്രസീവ് ഡിസിപ്ലിനുണ്ട്. ഇനി വേറൊരു വേർഡ്സിൽ, ഇൻ അതർ വേർഡ്സ് വി ക്യാൻ ഓൾസോ സേ ദാറ്റ് പ്രോഗ്രസീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റിവാർഡ് ടു ദ എംപ്ലോയി ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ക്യാൻ ഓൾസോ പണിഷ് ഹിം. ഒരു റിവാർഡാണ്. റിവാർഡ് എന്ന് പറഞ്ഞാൽ എന്താ? റിവാർഡ് ഇൻ ദ ഫോം ഓഫ് പ്രൊമോഷൻ. കണ്ട, ഒരു നേട്ടം, പ്രൊമോഷൻ കിട്ടിയ ഒരു വലിയ നേട്ടമല്ലേ? കാരണം എന്താ, പ്രൊമോഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പിയൂൺ ആയിരുന്ന ആള് എന്താ പറയാ ക്ലർക്കായിട്ട് മാറുന്നു. പിയൂണിന് കിട്ടുന്ന സാലറി അല്ല ക്ലർക്കിന് കിട്ടുന്നേ. ആണോ? ആലോചിച്ച് നോക്കിയേ, ആണോ? അല്ലേ? മിണ്ടുന്നില്ല, വീണ്ടും കേട്ടണ്ടാ. യെസ്, അതെ. അപ്പൊ സാലറി പാക്കേജസിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. സോ അങ്ങനെ ഇംപ്രൂവ്മെന്റ് അതൊരു റിവാർഡാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മള് ഇഫ് യു ആർ എന്താ പറയാ ഫോളോയിങ് ദ ഡിസിപ്ലിനറി പോളിസീസ്, നല്ല രീതിയിൽ പോളിസീസ് ഒക്കെ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ അത് നമുക്കൊരു ബെറ്റർമെന്റ് ആണ്. നമ്മുടെ കരിയറിനെ അത് ഡെവലപ്ഡ് ആക്കും, നമ്മുടെ സാലറി ഡെവലപ്ഡ് ആക്കും, നമുക്കൊരു ഹയർ പൊസിഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ നമുക്കൊരു റിവാർഡാണ്. അറ്റ് ദ സെയിം ടൈം നേരെ തിരിച്ചും വരാം. നമ്മളത് ഫോളോ ചെയ്യാൻ പറയുന്നു, പക്ഷെ ഫോളോ ചെയ്യുന്നില്ല, വീണ്ടും തെറ്റിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് പണിഷ്മെന്റ് വരുന്നു, ചിലപ്പോൾ ഡിസ്മിസലാകാം, അവസാനം എന്താ പറയാ ജോലി തന്നെ നഷ്ടപ്പെട്ട് പോയെന്നിരിക്കാം. അതുകൊണ്ട് അതൊരു റിവാർഡുമാണ്, അതേസമയം ഒരു പണിഷ്മെന്റും കൂടിയാണ്. ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? അപ്പൊ പ്രോഗ്രസീവ് ഡിസിപ്ലിനെ കുറിച്ച് അത്രയുമാണ് നമുക്ക് പറയാനുള്ളത്. അത് വായിച്ചു നോക്കിയ വേഗം ലാസ്റ്റ് പാരഗ്രാഫ്, എന്നിട്ട് ദി ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. പിന്നെ രണ്ടാമത്തെ സെന്റൻസ് അല്ല, അത് ഇവിടെ അത് മുഴുവനും അണ്ടർലൈൻ ചെയ്യണം. അതാണ് അത് മുഴുവനും ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ജോയിനിങ് ഡേറ്റ് മുതൽ റിട്ടയർമെന്റ് വരെ
ഡിസിപ്ലിൻ ഹോൾ കരിയർ പീരീഡില് പ്രോഗ്രസീവ് ഡിസിപ്ലിൻ നമ്മളോടൊപ്പം എംപ്ലോയീസിന്റെ ഒപ്പം ഉണ്ടായിരിക്കും എന്നുള്ളത്. അത് മാത്രമല്ല രണ്ട് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. നോട്ട് ഓൺലി ദ എംപ്ലോയി റേസസ് ദ എംപ്ലോയി ടു എ ഹയർ ലെവൽ, എംപ്ലോയിനെ ഹയർ ലെവലിലേക്ക് ഉയർത്തുക മാത്രമല്ല ചെയ്യാം, ഡിസ്മിസലിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ വേറൊരു രീതിയിൽ പറയുന്നുണ്ട്, പ്രോഗ്രസീവ് ഡിസിപ്ലിൻ നോട്ട് ഓൺലി റിവാർഡ്സ് ദ എംപ്ലോയി ബട്ട് ഓൾസോ പണിഷ് ഹിം. സെന്റൻസിന്റെ അർത്ഥോ എന്തെങ്കിലും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ചോദിക്കാം. Otherwise, we will go for the next topic. വായിച്ചു കഴിഞ്ഞെങ്കിലും പറയാട്ടാ. ഓക്കെ അല്ലേ? യെസ്. നെക്സ്റ്റ് അടുത്ത ടോപ്പിക്കിലേക്ക് അപ്പൊ നമുക്ക് പോകാം. ഡിസിപ്ലിൻ ആണ് ഇത്രയും നേരം നമ്മൾ പഠിച്ചത്. ഡിസിപ്ലിൻ എന്താണെന്ന് പഠിച്ചു, ഡിസിപ്ലിന്റെ ടൈപ്സ് പഠിച്ചു, ഡിസിപ്ലിന്റെ ഒബ്ജക്റ്റീവ്സ് പഠിച്ചു, ഡിസിപ്ലിന്റെ നേച്ചർ പഠിച്ചു. ഇത്രയും കാര്യങ്ങളാണ് ഡിസിപ്ലിൻ നമ്മൾ പഠിച്ചത്. ഇനി അതിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിന്റെ ആന്റണിംസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇൻഡിസിപ്ലിൻ ഓർ മിസ്കണ്ടക്ട്. ഇനി ഡിസിപ്ലിൻ ആകണമെന്ന് നമ്മൾ പറഞ്ഞു. ഡിസിപ്ലിൻ ആകേണ്ടത് ഓരോ എംപ്ലോയീസിന്റെയും എന്താ പറയാ ഒരു ഡിസിപ്ലിൻ ആകേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു ഓർഗനൈസേഷനിൽ. ആൻഡ് ഓൾസോ അത് ലീഡ്സ് ടു ദ അച്ചീവ്മെന്റ് ഓഫ് ഓർഗനൈസേഷണൽ ഗോൾസ്. എംപ്ലോയീസ് എല്ലാം ഡിസിപ്ലിൻഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ വളരെയധികം ഹെൽപ്ഫുൾ ആകും എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇൻഡിസിപ്ലിൻഡ് ആയാലോ, അല്ലെങ്കിൽ മിസ്കണ്ടക്ട് അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള എന്താ പറയാ ഇൻഡിസിപ്ലിൻഡ് ആയിട്ടുള്ള പ്രവർത്തികൾ മിസ്കണ്ടക്ട് വന്നാൽ അങ്ങനെ വരും അല്ലേ? അത് ചിലപ്പോ മേ ബി ഡെലിബറേറ്റ്ലി ആകാം, അല്ലെങ്കിൽ നോൺ ഡെലിബറേറ്റ്ലി ആകാം. എന്ന് വെച്ചാൽ അറിഞ്ഞും അറിയാതെയും ഒക്കെ ആകാം വരുന്നത്. എന്താണ് മിസ്കണ്ടക്ട് അല്ലെങ്കിൽ ഇൻഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ? വയലേഷൻ ഓഫ് കമ്പനീസ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ബൈ ദ എംപ്ലോയീസ് ഈസ് കോൾഡ് മിസ്കണ്ടക്ട് ഓർ ഇൻഡിസിപ്ലിൻ. എംപ്ലോയീസ് എന്ത് ചെയ്യാണ്? അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഓരോ ഓർഗനൈസേഷനിലെയും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വയലേറ്റ് ചെയ്യുന്നു, ലംഘിക്കുന്നു എങ്കിൽ അതിന് പറയുന്ന പേരാണ് മിസ്കണ്ടക്ട് അല്ലെങ്കിൽ ഇൻഡിസിപ്ലിൻ. സിമ്പിൾ അല്ലേ? സെന്റൻസ് സിമ്പിൾ അല്ലേ? അണ്ടർലൈൻ ചെയ്യണം. ആ സെന്റൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ദെൻ ഇത് എങ്ങനെയാണ്? ഇത് ഈ ഇൻഡിസിപ്ലിൻഡ് ആയിക്കഴിഞ്ഞാൽ മിസ്കണ്ടക്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും, ഞാൻ എന്റെ ഇൻഡിസിപ്ലിൻഡ് ആയിട്ട് പ്രവർത്തിച്ചു, എന്താ കുഴപ്പം, ഓർഗനൈസേഷൻ അതിന്റെ നഷ്ടമുള്ളൂ എന്നാണോ? അല്ല, തീർച്ചയായിട്ടും ഓർഗനൈസേഷന്റെ നഷ്ടത്തെക്കാൾ ഉപരി ഇറ്റ് വിൽ അഫക്ട് ദ റെപ്യൂട്ടേഷൻ ഓഫ് ദ എംപ്ലോയി ആൻഡ് ഓൾസോ ഇറ്റ് വിൽ അഫക്ട് ദ കരിയർ ഗ്രോത്ത് ഓഫ് ദ എംപ്ലോയി. ഞാൻ ഏതെങ്കിലും രീതിയിൽ മിസ്കണ്ടക്ട് ചെയ്താൽ അല്ലെങ്കിൽ കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് തെറ്റിച്ചാൽ അത് എനിക്ക് നല്ല രീതിയിലുള്ള എന്താ പറയാ ഒരു ഇഫക്റ്റ് അല്ല തരാ, ഒരു അഡ്വേഴ്സ് ഇഫക്റ്റ് ആണ്. അഡ്വേഴ്സ് ഇഫക്ട് എന്ന് പറഞ്ഞാൽ എന്താ? അഡ്വേഴ്സ്ലി എഫക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇതാണ്. എന്നെ അത് നെഗറ്റീവായി ബാധിക്കും, എന്റെ കരിയറിനെ നെഗറ്റീവായി ബാധിക്കും. ഇപ്പൊ നോക്ക്, എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്, ടീച്ചിങ്ങിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ എനിക്ക് ചിലപ്പോ എന്തെങ്കിലും ഒരു എന്താ പറയാ പ്രൊമോഷൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ ഡ്യൂ ടു മൈ മിസ്കണ്ടക്ട് or violation of any rules and regulations, it may reject. അതെന്ത് ചെയ്യും? എനിക്ക് നല്ല പൊസിഷനിലേക്ക് കുറച്ചുകൂടി ഉയരാനുള്ള സാധ്യതയുള്ള വ്യക്തിയായിരുന്നു. പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് തെറ്റിക്കുന്നു, വയലേറ്റ് ചെയ്യുന്നു, മിസ്കണ്ടക്ട് ചെയ്യുന്നു. ആ ഒരു കാരണം കൊണ്ട് എനിക്ക് ആ പ്രൊമോഷൻ സാധ്യതയില്ല. നമ്മൾ തൊട്ടുമുള്ള പറഞ്ഞല്ലോ, മിസ്കണ്ടക്ട് ഒരുപോലെ നമുക്ക് റിവാർഡും തരും, പണിഷ്മെന്റും തരും. ഓക്കെ, അപ്പൊ എനിക്ക് കിട്ടാൻ സാധ്യതയുള്ള പ്രൊമോഷൻ അവിടെ എന്ത് ചെയ്യും? ഇങ്ങനെ തടസ്സം വെച്ച് തടഞ്ഞു നിൽക്കും. കാരണം എന്താ? ബിക്കോസ് ഐ എം നോട്ട് എ ഡിസിപ്ലിൻഡ് എംപ്ലോയി. എന്താ കാരണം? ഞാനൊരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയി അല്ലാത്തത് കൊണ്ട്. ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയി ആണെങ്കിൽ ബാക്കിയെല്ലാം ഓക്കെ ആണെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് വൈസ് മറ്റു കാര്യങ്ങള് നമ്മുടെ പെർഫോമൻസ് വൈസ് ഒക്കെ നോക്കി എന്നിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമുക്ക് പ്രൊമോഷൻ കിട്ടുന്നത്. പല ഓർഗനൈസേഷൻസിലും അങ്ങനെ തന്നെ. ബാങ്കുകളിലൊക്കെ ജോലി കിട്ടുന്നു അല്ലെ, അവിടുത്തെ എക്സ്പീരിയൻസ് നോക്കുന്നു. ഇപ്പൊ ചിലപ്പോ നമ്മൾ ചില സമയത്ത് ചെല്ലുമ്പോ ക്യാഷിലിരിക്കുന്ന ആളുകള് ചിലപ്പോ വേറെ മാറി അവിടെ മാനേജറായിട്ടൊക്കെ മാറിയിട്ടുണ്ടായിരിക്കും. സോ അക്കോർഡിംഗ് ടു ദ എന്താ പറയാ എക്സ്പീരിയൻസ്, അവരുടെ പെർഫോമൻസ്, അവർക്ക് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള കുറെ ഫാക്ടേഴ്സും പ്ലസ്
ഈ പറയുന്ന നമ്മളുടെ ഡിസിപ്ലിനും. ഇതെല്ലാം ബേസ് ചെയ്തിട്ടാണ് നമുക്ക് പ്രൊമോഷൻസ് ഒക്കെ കിട്ടുന്നത്. പക്ഷെ ഇങ്ങനെയുള്ള ഇൻഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസിന് they will not have a chance for higher level positions. അങ്ങനെയുള്ള പ്രൊമോഷൻസ് ഹയർ ലെവൽ പൊസിഷൻസിലേക്കുള്ള ഒരു മാറ്റം കിട്ടാൻ സാധ്യത കുറവായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, എന്താ പറയാ, അത് അവരുടെ റെപ്യൂട്ടേഷൻ, എംപ്ലോയീസിന്റെ റെപ്യൂട്ടേഷനെ നെഗറ്റീവായി ബാധിക്കും. മാത്രമല്ല കരിയർ ഗ്രോത്തിനെയും നെഗറ്റീവായി ബാധിക്കും. ക്ലിയർ ആയോ? നോട്ട് ഓൺലി ബട്ട് ഓൾസോ ചേർത്തിട്ടാണ് അവിടെ സെന്റൻസ് പറഞ്ഞേക്കണേ. നോക്ക്, ദിസ് നോട്ട് ഓൺലി, ദിസ് എന്തുട്ടാണ് ദിസ്, ആ ദിസ് മാറ്റി അവിടെ മിസ്കണ്ടക്ട് എന്ന് അല്ലെങ്കിൽ ഇൻഡിസിപ്ലിൻ ചേർത്ത് വായിക്കണം. സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്യാനുണ്ട്. ദിസ് നോട്ട് ഓൺലി എന്ന് പകരം മിസ്കണ്ടക്ട് ഓർ ഇൻഡിസിപ്ലിൻ നോട്ട് ഓൺലി adversely affect the reputation of the employee but also have a negative impact on his career growth. മനസ്സിലായ സെന്റൻസ്? നോട്ട് ഓൺലി ബട്ട് ഓൾസോ പണ്ട് പഠിച്ചില്ലേ നമ്മള് സ്കൂളിലൊക്കെ, 8ലും 7ലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ദിസ് മാറ്റി അവിടെ ഇൻഡിസിപ്ലിന് ഇത് വായിക്കുന്നത് മാത്രം മറക്കരുത്. അവിടെ ദിസ് എന്നൊക്കെ പറഞ്ഞ് പഠിക്കരുതിട്ടാ. ദിസ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മളുടെ ആൻസറിൽ ചൂസ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക്. അപ്പൊ അതുകൊണ്ട് ഡ്യൂറിംഗ് ദ എന്താ പറയാ, നമ്മളുടെ ഓർഗനൈസേഷൻ, വൈൽ വി ആർ വർക്കിംഗ് ഇൻ ദ ഓർഗനൈസേഷൻ വി ഹാവ് ടു ഫോളോ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. നമ്മളുടെ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്യണം. ഇനിയില്ലേ, ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിക്കാതിരിക്കുക, വയലേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ ഓർഗനൈസേഷന്റെ പ്രെമിസസിനകത്ത് വർക്കിംഗ് ടൈമിൽ, അതിന്റെ വർക്കിംഗ് അവേഴ്സിൽ മാത്രമല്ല നടക്കുക. ഇറ്റ് ഓൾസോ ഹാപ്പൻസ് ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ എന്നാ പറയണേ. ഈ ഓർഗനൈസേഷന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് തെറ്റിക്കുക എന്നുള്ളത് ഇതിന്റെ ഉള്ളിൽ മാത്രമല്ല നടക്കാന്ന്. ഇപ്പൊ ഞാൻ നേരത്തിന് വരാതിരിക്കുക, അല്ലെങ്കിൽ ഇവര് പറഞ്ഞിരിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് തെറ്റിക്കുക, ഉള്ളിൽ മാത്രമല്ല നടക്കാം, പുറത്തും ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് തെറ്റിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതെങ്ങനെ അങ്ങനെ? എന്തെങ്കിലും അറിയാമോ നിങ്ങൾക്ക് അതിനെ കുറിച്ച്? എന്തെങ്കിലും ഒരു കാര്യം പറയാമോ? അതെന്താ അങ്ങനെ പറഞ്ഞേക്കണേന്ന് കാരണം? സെന്റൻസ് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് മിസ്കണ്ടക്ട് ടേക്സ് പ്ലേസ് വിത്തിൻ ദ കമ്പനി premises during the working hours, but it also can take place outside the organization. How or why? എന്താ അങ്ങനെ ഒരു കാര്യം പറയാൻ? Anybody can say? ആർക്കെങ്കിലും പറയാമോ? പറയാമെങ്കിലും ഒന്ന് പറയോ? യെസ്, ഗീതു പറയാം. ഗീതു ഒന്ന് പറയാമോ? അതിനെന്തെങ്കിലും ഒരു കണക്ട് ചെയ്യുന്ന ഒരു എക്സാമ്പിളോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. ഗീതു. ബിഹേവിയർ ഇൻ സൊസൈറ്റി. മിസ്ബിഹേവിയർ ഇൻ സൊസൈറ്റി ആണ് ഉദ്ദേശിച്ചത്. മൈക്ക് ഓണാക്കി, ഓണാക്കി ഗീതു, ഓണാക്കി. ചില സ്ഥലത്ത് അതൊക്കെ റെപ്യൂട്ടേഷൻ ബാധിക്കില്ല, ക്രിമിനൽ കേസിലൊക്കെ നമ്മൾ ഉൾപ്പെട്ടാല്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്താടാ ഒന്നുകൂടി? ഇപ്പൊ നമ്മള് ക്രിമിനൽ കേസിലൊക്കെ ഉൾപ്പെട്ടാലേ അത് കമ്പനീന്റെ റെപ്യൂട്ടേഷനൊക്കെ ബാധിക്കില്ലേ? അതാണ് ഞാൻ അതെ. ഇപ്പൊ നമ്മളുടെ പുറത്തൊക്കെ വല്ല ആളുകളുമായിട്ടൊക്കെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആ ചെയ്യുന്ന ജോലി സ്ഥാപനത്തില് അങ്ങനെയല്ലേ ഉദ്ദേശിച്ചത്? അപ്പൊ അതിനെ നെഗറ്റീവായിട്ട് ബാധിക്കും. നെഗറ്റീവ് ടോക്സ് അബൌട്ട് കമ്പനി അതും ബാധിക്കും. ലൈക്ക് അവരുടെ റെപ്യൂട്ടേഷൻ എന്തായാലും നോക്കുക അതിനെ പറ്റിട്ട്. ഞാൻ ഉദ്ദേശിച്ചത് അതായത് ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷനിലും ഈ പറയുന്ന ഇൻഡിസിപ്ലിൻസ് വരാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ മറ്റേത് ഓക്കെ. പക്ഷെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗീതു പറഞ്ഞത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളേതെങ്കിലും മറ്റ് ഇഷ്യൂസിൽ പുറത്ത് സൊസൈറ്റിയിലുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂസിൽ പെട്ടവര് ഒരു ജോലി സ്ഥാപനം അത് നെഗറ്റീവായിട്ട് നമ്മുടെ ഓർഗനൈസേഷനെ നെഗറ്റീവായിട്ട് ബാധിക്കും. കാരണം അങ്ങനെ ഒരു കുറ്റവാളി അല്ലെങ്കിൽ ഒരു ഇങ്ങനെ ഒരു ബിഹേവിയർ ഉള്ള ഒരാളെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. അതിനേക്കാൾ ഉപരിയില്ലേ ഇതാണ് നേരത്തെ പറഞ്ഞ അനീഷ് ആണോ പറഞ്ഞത്? ആരാണാവോ പറഞ്ഞത് ഇതാണ്. അതായത് നമ്മളുടെ ഓർഗനൈസേഷൻ, ഞാനിവിടെ ജോലി ചെയ്യുന്നത്, എന്നിട്ട് നമ്മുടെ ഓർഗനൈസേഷനെ കുറിച്ച് നമ്മള് വേണ്ടാത്ത കാര്യമില്ല നെഗറ്റീവായിട്ടുള്ളൊരു ഇംപ്രഷൻ പുറത്തു കൊടുക്കുക. അതാണ് ഉദ്ദേശിച്ചത്. മനസ്സിലായോ? അതായത് ഞാൻ ഇവിടെ ജോലി ചെയ്യുമ്പോ ഞാൻ ഇവിടുത്തെ സാലറി ഉപയോഗിച്ചിട്ടാണ് ഞാൻ വളരുന്നത്. മീൻസ് ഞാൻ എന്റെ കാര്യങ്ങളെല്ലാം നടത്തുന്നത്. അപ്പൊ നമ്മൾ പറയില്ലേ, എന്താ പറയാ, അവിടുത്തെ അതാണ് എന്റെ അന്നം, ചോറ് എന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണം, നമ്മൾ ശരി ഫുഡ് കഴിക്കാനുള്ള, അല്ലെങ്കിൽ എനിക്ക് എന്റെ ഫാമിലിയെ എന്താ പറയാ ബ്രോട്ടപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ തരുന്ന എന്റെ ഓർഗനൈസേഷൻ. എന്നിട്ട് ഞാൻ പുറത്തിറങ്ങിയിട്ട് പല നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആളുകളോട് ഷെയർ ചെയ്യുന്നു.
സോ ഇറ്റ്സ് നോട്ട് എ ഗുഡ് തിങ്. അതൊരു നെഗറ്റീവ് ഇമ്പാക്ട് എന്താ പറയാ ആ ഓർഗനൈസേഷനെ കുറിച്ച് നമ്മൾ തന്നെ അവിടെ ജോലി ചെയ്തുകൊണ്ട് നമ്മൾ തന്നെ പുറത്തേക്ക് കൊടുക്കുമ്പോൾ അതെന്താ, അതൊരു മിസ്കണ്ടക്ട് തന്നെയാണ്. ഇറ്റ്സ് അഗെയിൻസ്റ്റ് ദ പ്രിൻസിപ്പിൾ ഓർ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദ ഓർഗനൈസേഷൻ. അത് ഓർഗനൈസേഷന്റെ അവരുടെ നിയമങ്ങൾക്ക് അല്ലെങ്കിൽ അവരോടുള്ള വിശ്വാസ്യത നഷ്ടപ്പെടുത്താനൊക്കെ കാരണമാകാം. അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അതാണ് ഞാൻ നിങ്ങൾക്ക് അത് എന്താ പറയാ ക്ലിക്ക് ആകണ്ടോന്ന് അറിയാനാണ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അതാണ്. അപ്പൊ ഓർഗനൈസേഷന്റെ അകത്ത് മാത്രമല്ല ഇൻഡിസിപ്ലിൻ ആക്ടിവിറ്റീസ് നടത്തുക എംപ്ലോയീസ്, ചില ആളുകളൊക്കെ പുറത്തും അത് ചെയ്യാറുണ്ട്. അപ്പൊ ഇൻഡിസിപ്ലിൻ ആയിട്ടുള്ള എംപ്ലോയീസ് എന്താ പറയുക, അവര് ഒരു കാര്യത്തിനോട് ഒരു എന്താ പറയാ ഒരു ആക്റ്റീവ്നെസ് ഉണ്ടാവില്ല. ദേ വിൽ ബി ഓൾവേസ് ആബ്സെന്റ് മൈൻഡഡ് ആണ്. ഓർഗനൈസേഷനിൽ ഇരിക്കുമ്പോ ആരോട് വലിയ കാര്യമായിട്ടൊന്നും സംസാരിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ ജോലി സമയത്ത് മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് നടന്ന് സംസാരിക്കുന്ന കാര്യമല്ല. ഒരു കാര്യത്തിലും ഒരു താല്പര്യമില്ല, ഇൻട്രസ്റ്റഡ് അല്ല, അല്ലെ? എപ്പോഴും ഒരു ആബ്സെന്റ് മൈൻഡ്, ഒരു ഭയങ്കര വിമുഖത, ഒരു എന്താ പറയാ സുഖമില്ല, രസമില്ല ആളുകളുമായിട്ടൊക്കെ മിങ്കിൾ ചെയ്യാൻ. ബിക്കോസ് they are always thinking about their indiscipline activities, misconduct. അവര് തെറ്റായി ചെയ്യുന്നു, നിയമങ്ങൾ അനുസരിക്കാതെ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പൊ അവരുടെ മനസ്സിൽ മുഴുവൻ ഉള്ളിൽ അതെപ്പോഴും താൻ ചെയ്യുന്നത് തെറ്റാണെന്ന് അറിയാം, പക്ഷെ എങ്കിലും അത് ചെയ്തുകൊണ്ടിരിക്കുന്നു, അത് മാറ്റുന്നില്ല. ആ ഒരു ചിന്ത എപ്പോഴും അവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് അവരുമായിട്ട് അടുക്കാൻ പറ്റില്ല. മാനേജ്മെന്റുമായിട്ട് ഇത്തരം എംപ്ലോയീസിന് അല്ലെങ്കിൽ മറ്റ് എംപ്ലോയീസുമായിട്ട് കൂടിച്ചേർന്ന് പോകാനായിട്ട് പറ്റില്ല. ആ ഒരു എന്താ പറയാ ബ്ലാക്ക് മാർക്ക് പോലെ അവരുടെ മനസ്സിലെന്നും അത് അവിടെ കിടക്കും. ആൻഡ് ഓൾസോ such employees, അവർ അത്തരം എംപ്ലോയീസിന് മറ്റൊരു പ്രത്യേകത എന്താ അറിയോ, ദേ വിൽ ബി ഓൺലി ലെസ് കോൺസെൻട്രേഷൻ. അതന്നെ സൊസൈറ്റിയിലെ ആൻസൈറ്റി ആയിരിക്കും. സോഷ്യൽ ആൻസൈറ്റിയോ? ഓക്കെ, എംപ്ലോയീസിന്റെ കോൺസെൻട്രേഷൻ ലെവല് ഇങ്ങനെ ഗ്രാജുവൽ ആയിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ എന്താ, എപ്പോഴും നെഗറ്റീവ് ആയിട്ടുള്ള മിസ്കണ്ടക്ട് മാത്രം ചെയ്യുന്ന എംപ്ലോയീസിന് അവരുടെ ചെയ്യുന്ന ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അവരുടെ മനസ്സിൽ ഞാൻ എപ്പോഴും ഒരു തെറ്റുകാരനാണെന്നോ ഉള്ളിനുള്ളിൽ അൺകോൺഷ്യസ് മൈൻഡിലൊക്കെ ഉണ്ട്. ഞാൻ ഇപ്പോഴും കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് തെറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവർ പറഞ്ഞിട്ടും വെർബൽ വാണിംഗ് തരുന്നു, ചാർജ് ഷീറ്റ് തരുന്നു, എന്നിട്ടും ഞാനത് ഒബേ ചെയ്യുന്നില്ല എങ്കിൽ എന്റെ മനസ്സിന്റെ ഉള്ളിൽ അവിടെ കിടക്കും ഞാൻ എപ്പോഴും ഒരു കുറ്റക്കാരനാണ്. മറ്റ് എംപ്ലോയീസിന്റെ ഇടയിൽ ഞാൻ ഒരു തെറ്റുകാരൻ തന്നെയാണ് ആ ചിന്ത. അങ്ങനെ വരുമ്പോ അവരവരുടെ ജോലിയിൽ ശ്രദ്ധ കുറയുന്നു, അവരുടെ പെർഫോമൻസ് ലെവൽ കുറയുന്നു. അത് എംപ്ലോയീസിന്റെ ബിഹേവിയർ പാറ്റേൺ തന്നെ മാറ്റങ്ങൾ വരുത്തുന്നു. നല്ല രീതിയിൽ ബിഹേവ് ഒന്നും ചെയ്യില്ല. ഓക്കെ, അപ്പൊ അവരെ ഇപ്പൊ എന്ത് ചെയ്യും, എപ്പോഴും എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് വേണ്ടി ഇങ്ങനെ മാനേജ്മെന്റിൽ എപ്പോഴും കുറ്റം കണ്ടത്. അതാണ് അതിനൊരു എക്സാമ്പിൾ പറഞ്ഞത്. ബോദറിംഗ് ദ അതോറിറ്റി ഓഫ് ഓവർ ടൈം അലവൻസസ്. ഓവർ ടൈം അലവൻസ് തരണം, അത് തരണം, ഇത് തരണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ എന്താ പറയാ അവരെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും മാനേജ്മെന്റിനെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴേ ഇങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്റ്റർബൻസുകൾ ഇത്തരം എംപ്ലോയീസിൽ നിന്ന് ഫേസ് ചെയ്യുകയാണെങ്കിൽ ദ മാനേജ്മെന്റ് ഹാവ് ടു ടേക്ക് actions, or they have to detect it. Management എന്തെങ്കിലും ഇത്തരം കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് കണ്ടെത്തണം. And also they have to avoid or take steps to avoid such misbehavior or misconduct. ഇത്തരം misconduct ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള നെസസറി സ്റ്റെപ്സ് എന്തായാലും പെട്ടെന്ന് തന്നെ മാനേജ്മെന്റ് കണ്ടെത്തി ശ്രദ്ധിച്ചോണം. അല്ലെങ്കിൽ അത് അങ്ങനെയുള്ളവരെയും വെച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ ഇറ്റ് വിൽ ബി അത് എന്താണ് ഗുണത്തേക്കാണ് അറിയാൻ ദോഷമായിരിക്കും ചെയ്യുക. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ടെത്തി മാറ്റി മുന്നോട്ട് പോവുക. It will be very helpful to the management. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മാനേജ്മെന്റിനും അത് വലിയ നേട്ടമായിരിക്കാം. ഓക്കെ, അപ്പൊ ഇൻഡിസിപ്ലിൻ ഓർ മിസ്കണ്ടക്ട് എന്നതിനെ കുറിച്ച് അത്രയാണുള്ളത്. ഇനി കുറച്ച് ആക്ട്സ് ഓഫ് മിസ്കണ്ടക്ട് അല്ലെങ്കിൽ ഇൻഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അതിന്റെ ബാക്കി ഭാഗം ഇത്രയും വരെയൊക്കെ ഒന്ന് നന്നായിട്ട് വായിച്ചിട്ട് നോക്കിയിട്ട് വരാം. ഇനി ഇവിടെ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം മക്കളെ, എന്നിട്ട് പോകാം. The concentration level of the employees also reduces gradually, affecting his performance. അതിന്റെ കൂടെ due to misconduct ഒക്കെ ഉണ്ട് കേട്ടോ. സെന്റൻസ് ഒക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. വെറുതെ ഒരു സെന്റൻസിന്റെ മാത്രം നോക്കരുത്, എന്തിനെ കുറിച്ചാണെന്നും കൂടി അറിയാം. ഇനി അതിന്റെ കൂടെ തന്നെ അടുത്ത സെന്റൻസിലില്ലേ ഇവിടെ കേട്ടോ, ദീസ് ആർ സം ഓഫ് ദ സിംപ്റ്റംസ് ഒന്നുമില്ല അല്ല, ശരി. ദീസ് ആർ ഓൾ വേണ്ട. സം ഓഫ് ദ സിംപ്റ്റംസ് ഓഫ് ഇൻഡിസിപ്ലിൻ can be easily detected by the management and accordingly steps can be taken to avoid such misconduct. അതുകൂടി ഒന്ന് ചെയ്തേക്കാം. ആ രണ്ട് സെന്റൻസ് ഇവിടെ വരെ നന്നായിട്ട് വായിച്ച് നോക്കി മനസ്സിലാക്കിയിട്ട് വരാം. സോ see you next day. Bye. Thank you. Thank you.